നിറച്ചാൽ നീ ഒരു പാനപാത്രം, അടുത്തിരുന്നാൽ നീ ഒരു രോമഹർഷം. ഇത്രയൊന്നും സുന്ദര. പക്ഷെ അത് കഴിഞ്ഞ് കിടന്നാൽ കട്ടിൽ നിറയും ഈ മുടിയിൽ മാറി എന്ന് പറഞ്ഞാലാണിത്. മൗനസിനിമ ജന്മങ്ങളിൽ നിന്ന് അടുത്ത വരെയുണ്ടെന്നുള്ള ബോധമില്ലാണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധമില്ലാണ്ട് അത് ചിന്തിക്കാതെ ഒരു നായായിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്തവനെ കാണുമ്പോൾ കുരയ്ക്കാം, കടിക്കാം. ഇഷ്ടമുള്ളവനെ കാണുമ്പോൾ മാത്രം മാലാട്ടിയാ മതി. നമുക്കത് പറ്റില്ലല്ലോ. എൻ്റെ ഹൽബിന് അസലൊരു പാരഡി ഉണ്ട്. എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാരാ, തെങ്ങിൽ കയറുന്ന നേരമെങ്കിലും കൂടെ നല്ല കൂട്ടുകാരാ. എന്താ വീട്ടിൽ വയലാർ എഴുതും കീട്ടിലും കവി തോഴാണ്ട് പറ്റുമോ? പുഴ പോലെ ഭയങ്കര റജു എന്നുള്ള ഗായകനാണ് അത് പാടിയത്. ശക്തമായിട്ട് ഇപ്പൊ മദ്യപിക്കില്ല, പക്ഷെ സദാ മുറുക്കും. ഈ ഒരു ഐഡന്റിറ്റിക്കൽ കുറിയും ഉണ്ട്. സ്ഥിരമായിട്ട് തോടാൻ കാര്യം വെച്ചാല് ഒരാൾ എന്നെ വിലക്കി, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ആള് ചെയ്യാൻ പാടില്ല. കല്യാണം കഴിച്ചു കാമുക ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. എൻ്റെ ഭാര്യയെ സമ്മതിക്കുന്നത് അത് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആലോചിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പം വഴിയിൽ നല്ല സുന്ദരി ഇതൊന്ന് കണ്ടു നോക്കും എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാനും കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ എഴുത്തുണ്ട്. ഇപ്പോൾ ബ്രൈഡാത്തിയെ എന്ന് പറയുന്ന സോങ് ഇപ്പോൾ പൊന്മാനിലെ സോങ് ഓടിക്കൊണ്ടിരിക്കുന്ന സോങ്ങാണ്. സുഹൈൽ തന്നെ എഴുതിയതാണ്. കാറ് റൈഡിയിലെ എന്നും പാറിയിലെ എന്നൊക്കെ ചോദിക്കുന്ന വരികൾ എഴുതിയിട്ടുണ്ട്. പ്രേമിക്കുടു എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതി. ഇതൊക്കെ ഹിറ്റാണ്. ആ സിനിമകൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് അല്ല, ആ കോണ്ടെക്സ്റ്റ് അത് കറക്റ്റാണ്. അതിന് തെറ്റില്ലത്. ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചത് രണ്ട് തരത്തിൽ അനുഭവിച്ചത്. നമുക്ക് പണ്ട് കാലത്ത് നീളമുള്ള വാക്കുകൾ എഴുതാനുള്ള അവസരങ്ങൾ കൂടുതലായിരുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്കാണ് രണ്ടക്ഷരങ്ങൾ ലാല 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 ല. അപ്പം ആ ലാല എന്നുള്ളത് രണ്ട് ലാല വന്നു കഴിഞ്ഞാൽ ഒരു നാലക്ഷരമാക്കാൻ പറ്റില്ല. ലാല നീയും ഞാനും തന്നെ വേണം, നമ്മോടൊപ്പം അവിടെ പറ്റില്ല. കാര്യം അവിടെ മുറിക്കണം. അപ്പം ആ രണ്ടക്ഷരം കൊണ്ട് മുറിച്ച് അങ്ങനത്തെ പാട്ടുകൾ വന്നപ്പം വാക്കുകളില്ലണ്ടായി. പിന്നെ പുതിയ വാക്ക് കണ്ടുപിടിക്കുകയേ പറ്റൂ. പുതിയ കാലഘട്ടത്തിൽ അവരാ പുതിയ വാക്ക് കണ്ടുപിടിക്കുന്നതിനകത്ത് എനിക്ക് തെറ്റാതെ വരാൻ പറ്റില്ല. ഞാൻ പറയത്തില്ല. കാര്യം എനിക്കിത് ഞാൻ അനുഭവിച്ചവരാ, എഴുതി അനുഭവിച്ച ഒരാൾ. നമുക്ക് അത് നമ്മൾ കൊടുക്കുക, അത് നമ്മുടെ തൊഴിലാണ്. നേരത്തെ പറഞ്ഞ കവിയുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അത് കൊടുക്കണം. ഇതാണ് ആവശ്യപ്പെടുന്നത്, ഇത് കൊടുത്തേ പറ്റുള്ളൂ. അവിടെ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ പിന്നെ ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ, അത് ജനുവരി ഇംഗ്ലീഷാന്ന് പറയുമോ? പണ്ടുണ്ടായിരുന്നില്ലേ ജൂണിലെ നിലാമഴയിൽ ഗിരീഷ്. അവിടെ അതൊരു ഇംഗ്ലീഷ് വാക്കാന്ന് നമ്മൾ പറയില്ല. അതാ കൊണ്ട് ചേർക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അന്ന് അവരെ അത് ചെയ്തതിൻ്റെ ഭംഗി ഇത് വേറൊരു ഭംഗിയാണ്. അല്ലാതെ ഇതിനകത്തൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അറ്റാക്കിലൊക്കെ പാട്ട് വിനായകൻ എഴുതിയിരിക്കുന്നത്. അതൊക്കെ പഴയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് ഒരേ രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനത് പറയത്തില്ല ഒരിക്കലും. ഒരു രചയിതാവിനെയും ഞാൻ കുറ്റം പറയില്ല. കാര്യം ഇതെന്താന്നുള്ള വേദന എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവരുടെ ജോലിയാണ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടെ ഉള്ളൂ. ഇപ്പോൾ വിനായകൻ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നീട്ടിപ്പോൾ നന്മകനെ എന്ന് പറയുന്ന വാക്ക് നമുക്കപ്പോൾ മലയാളത്തിൽ കിട്ടുകയാണ്. നന്മകനും കിട്ടുകയാണ്. അത് തമിഴല്ലേ? അതെ. അപ്പൊ അതൊരു കുറച്ചുകൂടെ നല്ലതല്ലേ? അത് മ്യൂസിക്കൽ കുറച്ചുകൂടെ തമിഴിൻ്റെ കൂടെ അതാണല്ലോ. തമിഴ് വാക്ക് മ്യൂസിക്കലാണ്. തമിഴ് വാക്കിൻ്റെ സാധാരണ വാക്ക് വരെ എടുത്ത് നമുക്ക് സിനിമയിൽ പ്രയോഗിച്ചാൽ അതൊരു അലോഹ്യം തോന്നുന്നില്ല. നമുക്ക് മലയാളത്തിൽ പറ്റില്ല. പണ്ട് പറഞ്ഞല്ലോ സ്നേഹിതനെ രഹസ്യ എന്ത് സുഖമുണ്ടെന്നല്ലേ ആ രഹസ്യ വരുമ്പോൾ. ഇത് മലയാളത്തിൽ വന്നു സ്നേഹിതനെ രഹസ്യ സ്നേഹിതനെ കഥ മാറി, സാധനം പോയി. നല്ല ബന്ധമുണ്ടോ? ആ പരിമിതി മലയാളത്തിന് ഭയങ്കര, തമിഴിനുമില്ല. എത്ര സാധാരണ വാക്കുകൾ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനൊരു കാലം മലയാളം മാത്രം പ്രസക്തമായിരുന്നൊരു കാലത്തിൽ നിന്നാണ് മറ്റ് ഭാഷകളുടെ ഈണത്തിലേക്ക് വഴങ്ങി നിൽക്കണം മലയാളം എന്നുള്ള തീരുമാനത്തിലേക്ക് ലോകം എടുക്കുമ്പോൾ അതിന് ഉതകുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്
അല്ലാണ്ട് തുമ്പാപ്പണിക്കാരൻ ഞാൻ വീടിൻ്റെ ഗാർഡൻ മാത്രമേ വെട്ടി തെളിക്കുകയുള്ളൂ, കക്കൂസിൻ്റെ പുറത്ത് എന്നെ കൊണ്ട് പറ്റില്ല വെട്ടാൻ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ ജോലിയുടെ ഭാഗം എല്ലാം ചെയ്യണം. അപ്പോൾ ഈ വേണ്ടത് കൊടുക്കുക എന്നുള്ളത് ഇതിനപ്പുറത്തേക്കൊന്നും. പിന്നെ ഈ അടുത്തുണ്ടായ ഡിസ്കഷൻസിൽ ഒന്നാണ് ഈ സിനിമ പാട്ടിലെ ആശയത്തെക്കുറിച്ചുള്ള ഒരു സംവാദം. അതിലെന്ന് പറഞ്ഞാൽ ഈ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് എന്ന് പറയുമ്പോൾ അത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്നതിനെ പറ്റിയിട്ട് ആൾക്കാർ, അത് കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കില്ല എന്നുള്ളൊരു ചർച്ച. അല്ല, അത് നമ്മൾ കുറ്റം പറഞ്ഞില്ല. അത് അപ്പം ഇനി ഇതിനപ്പുറത്തേക്ക് ഇത് ലൈവായി വരുമെന്നും ആലോചിക്കണം. ഒരു കട തുടങ്ങുന്ന ഓർത്ത് നോക്കൂ, ഇത് നാളെ പിന്നെ ഇതിൻ്റെ ചോര എന്ന് നാളെ വിൽക്കില്ലെന്ന് എന്താ ഉറപ്പ്? യു എസിലെ ഇംഗ്ലണ്ടിലെവിടെയോ ലൈവായിട്ട് മരണം കാണാനായിട്ട് സൈക്കാട്രിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മരണം കാണുന്നത്. സിനിമയിൽ കണ്ട് മടുത്തു, വയലൻസ് കണ്ട് മടുത്തു, പോരാ. ചങ്ങമ്പുഴ പറഞ്ഞ പോലെ എല്ലാ ലഹരിയും കഴിഞ്ഞിട്ട് ഉദ്ധരിച്ച ലിംഗത്തിൽ മൂർഖൻ പാമ്പിനെ കൊണ്ട് കുത്തിക്കണം എന്നുള്ള ചിന്തയുടെ അങ്ങേയറ്റത്തിലേക്ക് പോയില്ലേ. ഇത് പോരാണ്ട് വരും, കൊടുത്ത് പോരാ എന്നൊരു ശ്രദ്ധ ലൈവായിട്ട് ഒരേ രീതിയിൽ. ഇപ്പം ചിലർക്ക് ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് ഉറുമ്പിനെയൊക്കെ പിടിച്ചിങ്ങനെ തല ഞാനിട്ട് നിലത്തിടും, കണ്ടിട്ടില്ലേ? അതിങ്ങനെ പെട്ടയ്ക്കുന്ന കാണുമ്പോൾ നമുക്ക് പൊതുവെ നമ്മളൊക്കെ ഒരു മൃഗീയത എല്ലാവർക്കും ഉണ്ട്. പട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ. അത് രസമാണ്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കടികുടി കൂടുമ്പോൾ. അത് നമ്മളിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ഇപ്പം പല രീതിയിൽ മരണം കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്, പല രീതിയിൽ ബ്ലഡ് ചീറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരേ തരം വണ്ടി കയറി ചാകുക, ഇത് കാണുന്ന മാനസികാവസ്ഥയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇന്ന് ഇത്ര രൂപ പിരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് റിസോർട്ടിൽ എവിടെയെങ്കിലും വെച്ച് ലൈവായിട്ട് ഏതെങ്കിലും ഒരു പയ്യൻ, അവന് കുറേ പൈസ കൊടുക്കും, അവന് ജീവിതമില്ലാത്തവരാണ് അല്ലെങ്കിൽ രോഗിയാണ്, അവനെ വഴിയിൽ കടത്തി ചുറ്റും മദ്യവും സർക്കാരൊക്കെ വെച്ച് മേശ നടുവിൽ ഇവരെ കിടത്തിയിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ വണ്ടി കയറ്റി ഇറക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറേശ്ശെ പിടയ്ക്കുന്ന കാണുമ്പോൾ ഒരു സുഖം. തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഇണചേരുന്നത് കണ്ടുകൊണ്ടിരിക്കുക രാജാവ്. അതിന് പിന്നെ ജനലുകളൊക്കെ ഉണ്ട്, ഉള്ളിൽ ജനല്, രണ്ടുപേരും അവിടെ ഇണചേരും, ഇത് കണ്ടുകൊണ്ട് ഇത് ആസ്വദിക്കും. ഇത് മനുഷ്യൻ്റെ ഒരു തലമാണത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇന്നിങ്ങനെ എഴുതി ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ തോന്നിയ അക്ഷരങ്ങളിലെ കവിത പോലെ തന്നെയാണ്. വൃദ്ധൻ മകളെ കാണാനായിട്ട് പോകുന്നു, പട്ടണത്തിലേക്ക് കല്യാണം കഴിച്ചു, വരുമ്പോൾ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക്, നോക്കിയപ്പോൾ ഒരു വെള്ളത്തുണിയിൽ ശവശരീരമാണ്, ചോര ഉരുണ്ട വെള്ളത്തുണി മൂടി കിടക്കുന്നു. പുള്ളിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി ഉള്ളി, കാര്യം ഇതൊന്നും കണ്ട് ശീലമില്ല. പിന്നെ മകളെടുത്ത് ചെന്നു, ആഹാരമൊന്നും കഴിക്കാണ്ട് ഇത് തന്നെ മനസ്സിൽ തിരിച്ചു വരികയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. ഒറ്റ വരിയാണ്, നഗരത്തിലെ ചോരയുടെ പാടുകൾ എത്ര എളുപ്പം മാഞ്ഞു പോകുന്നു. ഈ മനുഷ്യനെ മനസ്സിൽ കണ്ടപ്പോൾ തന്നെ അതിങ്ങനെ വിങ്ങലായിട്ട് കിടക്കുക, അതിങ്ങനെ ലാഘവം, അതിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ്. മനുഷ്യൻ മൃഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനം ഇന്നിപ്പോൾ ഇങ്ങനെ സിനിമയിൽ വന്നു, നാളെ ഇത് വന്നില്ലെങ്കിൽ എനിക്കൽഭമൊന്നുമില്ല. ഒരു സ്റ്റോളുണ്ടാകുകയാണ്, മനുഷ്യൻ്റെ തല. EVM-ൻ്റെ കാര്യം മതി, ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിൽ മനുഷ്യൻ്റെ തലയിരിക്കുന്നു. മനുഷ്യന് നല്ല തലച്ചോറ് മാംസമാണ്, ഉപ്പുള്ളതാണ് EVM പറഞ്ഞ്. അതങ്ങനെ അത് കൊടുത്ത് അങ്ങനെ ഒരു ഇതില്ലാത്ത തൃപ്തിയില്ലല്ലോ നമുക്ക്. അപ്പോൾ തൃപ്തിപ്പെടുത്തുക, എന്ത് കാണിച്ചാൽ തൃപ്തിപ്പെടുത്തും. ഈ കുട്ടി ഈയൊരു കുട്ടി പറഞ്ഞു, ഏതോ സിനിമ കണ്ടിട്ടാണ് ഒരു കൊലപാതകം, പെൺകുട്ടി, ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിന് പ്രേരണ ഉണ്ടാകാതെ നമ്മളിലെ ഈ മൃഗീയതയെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം, ജോലിയില്ല. സത്യവാനോട് പണ്ട് ചോദിച്ച പോലെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ കൂടുതൽ ദൂരം, പറഞ്ഞ് ദൂരം ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മൾ ആദ്യം നരകത്തിലേക്ക് എത്തുള്ളൂ. അതാണ് നമ്മുടെ ഒരു മനോഭാവം. അതിനെയാണ് നമ്മൾ അടക്കി വയ്ക്കുന്നതും. ഈ ദാരിദ്ര്യം എന്നൊക്കെ പറയില്ലേ, പലതും നമ്മൾ അടക്കി വയ്ക്കുകയാണ്. പക്ഷേ തുറന്നു വിട്ടു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് അറിയാനും പോയി. അപ്പോൾ അതിനകത്ത് ആ ഒരു പാട്ട് ഇപ്പം ഈ ഒരു കാലഘട്ടം അങ്ങനെ പാട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സമൂഹത്തിൻ്റെ വൈകൃതം, അല്ലെങ്കിൽ വൈകൃതം അല്ല, സമൂഹം അത് ഇഷ്ടപ്പെടുന്നു. അത് വൈകൃതമാണല്ലോ. അതിനൊരു തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല, തമാശയിലെടുക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇത് സെൻസറിങ് കാര്യം ചെയ്യണം. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് അനുവാദം കൊടുത്തു കഴിഞ്ഞിട്ട് പാരാണ്ട് പറഞ്ഞാൽ മദ്യപിക്കാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പോയി മദ്യപിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ അത് മറ്റൊരു അവനവൻ ആത്മസുഖത്തിനെ ആചരിക്കുന്നത് അവരുടെ സുഖത്തിനെ വരണമെന്ന് ഗുരുസ്വാമി പറഞ്ഞ പോലെ ആലോചിച്ചാൽ മതി. ശരത്തേട്ടൻ ചെറിയ പാട്ടുകളും കൂടെ ഡിസ്കസ് ചെയ്യാനാണ്, അതിലേക്ക് വരാം നമുക്ക്. ചാന്തുപൊട്ടിലെ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിൽ അതിനകത്ത് ശരത്തേട്ടൻ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് കണ്ണിലായി എന്നെ ഒഴിച്ച്, ഇങ്ങനെയാ, ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി, കരയിൽ എന്നല്ല കരയിലായി, നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളിമാമനെ പോലന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തെ. ഇത് ശരിക്കും മീറ്ററിന് വേണ്ടിയിട്ടാണോ അതേ വേണ്ടിയിട്ട് എഴുതി ചെയ്തതല്ലേ?
എഴുതിയിട്ട് അത് എൻ്റെ താളമാണ്. അപ്പൊ അതങ്ങനെ തന്നെ പ്രയോഗിച്ചു. അതെ അതെ അതെ, ഞാൻ ആ 7/8 ഇങ്ങനെ മനസ്സിൽ ചെയ്തതാണ്. ആഴക്കടൽ അത് തന്നെ, അങ്ങേക്കരയില. അതാണ് മനസ്സിൽ. മുത്തശ്ശിയമ്മ പണ്ട് പാടുന്നൊരു പാട്ടിൻ്റെ അത് ഞാൻ ഓർക്കണില്ല, അന്നങ്ങനെ ചെയ്തത്. ആ താളമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മ, ഞങ്ങളെയൊക്കെ അനിയത്തിമാനെയൊക്കെ അങ്ങനെയാണ് പാട്ടുണ്ടായത്. മുത്തശ്ശി പാടുന്നൊരു പാട്ടുണ്ടാക്കുമ്പോൾ മുത്തശ്ശിയമ്മ അനിയത്തിമാനെ ഉറക്കുന്നതാണ് എൻ്റെ മനസ്സിൽ. കണ്ണെഴുതിക്കുന്നത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. ഇല്ലില്ലാമുത്തിയെ കണ്ടു മയങ്ങുമോ നല്ല കിനാവുള്ള കണ്ണിൽ. ഇല്ലില്ലാമുത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയില്ല. മുത്തശ്ശിയമ്മയുടെ ഒരു സങ്കല്പ കഥാപാത്രം. കുഞ്ഞിങ്ങനെ ചിരിക്കുമ്പോൾ ഇല്ലില്ലാമുത്തി പൂ കൊണ്ട് കാണിച്ചു, അത് അതേ ചിരിക്കും. അപ്പോൾ കണ്ണ് ഉറങ്ങിക്കഴിഞ്ഞാണല്ലോ കണ്ണൊക്കെ എഴുതുന്നത്. അപ്പം അന്നേരം മടി കിടന്ന് ചിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കരയൊക്കെ ചെയ്യും. അപ്പോൾ ഇല്ലില്ലാമുത്തി ദേഷ്യപ്പെട്ടു എന്ന് പറയും. അങ്ങനെ ഇല്ലില്ലാമുത്തിയെ കണ്ടു മയങ്ങും ഈ നല്ല കിനാവുള്ള കണ്ണിൽ ഇത്തിരി കൺമഷി മെല്ലെ പുരട്ടുവാൻ. മുത്തശ്ശിയമ്മയുടെ അങ്ങനെ മുത്തശ്ശിയമ്മയുടെ ഒരു ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായൊരു പാട്ട്. അതായിരുന്നു ആദ്യം എഴുതിയ വരി. പിന്നെയാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കിട്ടിയത്. ആഴക്കടലൊക്കെ പിന്നെ വന്നതാണ്. പക്ഷെ അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ ജാനകിയെന്ന് വെച്ചാൽ അത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന കാര്യമാണ്. ജാനകിയമ്മ അത് പാടുമ്പോൾ ആസ്മ വല്ലാണ്ടുള്ളൊരു സമയം, ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഈ ഇമ്പായും ഇച്ചായും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇച്ച അങ്ങനെ എഴുതുമല്ലോ, നമ്മൾ ചായ എഴുതിയിട്ട് താഴെ ഇതിടുമല്ലേ, അല്ലാണ്ട് നമ്മൾ ഇച്ച എഴുതും, കണ്ടിട്ടില്ലേ? അങ്ങനെ എഴുതും. അച്ഛന് നീണ്ടു പോകുന്നുള്ളൂ, ഇമ്പ നീട്ടമില്ല. ഇച്ച എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, പച്ച. അതല്ലേ ജാനകിയമ്മ പാടിയത് അങ്ങനെയായിരുന്നു. അമ്പാടി തന്നിലെ ഉണ്ണിയെ പോലെ നീ കൊച്ചനാണെങ്കിലും കൊമ്പനാണെങ്കിലും എന്നാണ്. പക്ഷേ ഒരാഴ്ചയൊക്കെ താമസിച്ചിട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് മേടിച്ചത്. പാടിക്കുക എന്നുള്ളത് ലാൽ ജോസിൻ്റെ ജന്മാഭിലാഷമായിരുന്നു ജാനകിയമ്മയെ കൊണ്ട്. പക്ഷെ പാടി വന്നപ്പോൾ ഇങ്ങനെയായിപ്പോയി. പിന്നെ രണ്ടാമത് വീണ്ടും പോയി കൊമ്പനാക്കിയത്. അത് ഇതിനകത്ത് 17 പൂങ്കരൽ എന്നുള്ള പാട്ടിലും ശ്രേയ തെറ്റിച്ച് പാടിയിട്ടുണ്ട്. പ്രേമം പണ്ടേ വരമ്പിട്ട പാടത്തൂടെ. പ്രാണം പറയും വരമ്പാണല്ലോ, പക്ഷെ അവിടെ ഇമ്പായിച്ചായും പ്രേമം പണ്ടേ വരച്ചിട്ടെന്നാണ് പാടിയിരിക്കും. അവിടെ ഇമ്പായിച്ച എഴുത്തിൽ പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ. അതെ അതെ. അപ്പം നമ്മൾ അത് ചിലപ്പം സംഭവിക്കുന്നത്. ഇപ്പം ദേവരാമ കാലത്തൊക്കെ അങ്ങനെ പഴയ കാലത്ത് കാര്യം അവരിൽ മ്യൂസിക് ഡയറക്ടർ തിരക്കുമായിരുന്നു. ലിറിക്കിനെ കുറിച്ച് ഭാഗം കൊണ്ടൊരു ശ്രദ്ധിക്കും. ഇപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയില്ല. മ്യൂസിക് ഡയറക്ടർ മിക്കവാറും പാടുന്ന പാട്ടിൻ്റെ ടോണും സംഗതികളും മാത്രം നോക്കുക എന്നൊരു തലത്തിലേക്ക് മാറുമ്പോൾ ഈ ലിറിക്കൽ സൈഡ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതാണ്. പണ്ടതൊന്നുമല്ല, കറക്റ്റായിട്ട് പറയും. ഹരിഹരൻ സാറിനോട് അയ്യോ അവസാനം എൻ്റെ സ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം തൊഴുത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആരോ പാടുന്നത് ദൂരെ പാടിക്കൊണ്ടിരിക്കുക. രാജാ സാറ് മ്യൂസിക് സൈഡ് ഇങ്ങനെ പിടിച്ച് വിറപ്പിക്കുന്നു, ഞാനാണെങ്കിൽ ലിറിക് സൈഡ് ഇങ്ങനെ പിടിച്ച്. എനിക്ക് വിറപ്പിക്കാനൊന്നും പറ്റില്ല, എനിക്ക് അപേക്ഷിക്കാനേ പറ്റുള്ളൂ അങ്ങനെയുള്ളതിലൊക്കെ. അങ്ങനെ പിന്നെ രാജാ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം അക്ഷരത്തിന് ഉച്ചാരണം തെറ്റി വരും. അപ്പം ഞാൻ കയറി ഇടപെടും. കുറേ കഴിഞ്ഞ് എൻ്റെ പൊന്നുസ്വാമി അതൊന്ന് ആദ്യം തീർക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ തൊഴുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ ആനപ്പുറത്ത് കയറി എന്ന് പറയുമ്പോൾ കഥ മാറി. ഒരു പായ അത് നമ്മളെ ബാധിക്കും. ആനപ്പുറത്ത് കയറി എന്ന് പറയുന്നത് ആനപ്പുറത്ത് കയറി തീർന്നിട്ട്. അതിൽ ഓമനപ്പുഴയും നല്ല പാട്ടായിരുന്നു. വിനീതിന്റെ ശബ്ദം സെലക്ട് ചെയ്തത് അതൊക്കെ അതെല്ലാം അദ്ദേഹത്തിന്റെ മിടുക്കാണ്. അടിപൊളിയായിരുന്നു. ലാൽ ജോസിന്റെ തന്നെ അച്ഛനുറങ്ങാത്ത വീട്ടില് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒഴുകുകയായി പുഴ പോലെ, അതിന്റെ ഭയങ്കര രസമാണ്. ഒഴുകുകയായി പുഴ പോലെ, ഭയങ്കര രസമുള്ള ഗായകനാണ് പാടിയത്. അതെ, അതേപോലെ തന്നെയാണ് അതിനകത്ത് സിയോൻ മണവാളൻ. അത് ശരിക്കും രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ആ പാട്ട്, ആ സിനിമയ്ക്കുള്ളിൽ. അത് ഒരു ഭക്തിഗാനമായിട്ടല്ല അതിനകത്ത് കാണിക്കുന്നത്. ഭക്തിഗാനം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും അതിന് വേറൊരു അർത്ഥമാണ് ഉള്ളത്. അത് പക്ഷെ ഭക്തിഗാനത്തിന്റെ മോഡലിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ചെയ്ത് അങ്ങനെ തന്നെയാണ്. പള്ളിയിലെ പെന്തക്കോസ്തിന്റെ പള്ളിയിലെ ഒരു സോങ് അങ്ങനെ തന്നെ പറഞ്ഞാണ്. അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പള്ളിയിൽ പോയത്. നോക്ക്, ഇവർ രണ്ടുപേരും ഒന്നുമില്ല. കാര്യം അവർ ക്രിസ്തീയത്തിൻ്റെ വേറെ വിഭാഗങ്ങളായ കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യം വരും ചിലപ്പോൾ. ഒറ്റയ്ക്ക് പോയി ഞാൻ അവിടെ തന്നെ ഈ പാട്ട് ഇത് മുഴുവൻ ഇതും കണ്ടു. പക്ഷെ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തോടെ അല്ല പോയെങ്കിൽ നമ്മൾ അതിനെ തടുവുമ്പോഴും അതിൻ്റെ പവർ അതാണ്, ഭയങ്കര ശക്തിയാണ്. ഈ കോറൽ വോയിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മാലാഖമാരെന്ന് പറയുന്നത്. സാധാരണ മാലാഖമാരുടെ ഇതിനകത്ത് നമ്മൾ കോറൽ കൊടുക്കും, നമ്മളിങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് പോകും. പക്ഷെ എനിക്ക് ഉദ്ദേശം എന്തൊക്കെ വാക്കാണ്, ഏതാണ് ഇതിൻ്റെ താളം എന്ന് കണ്ടുപിടിക്കാൻ നല്ല ദുരുദ്ദേശം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പാട്ടിലേക്ക് ഒതുങ്ങി. അത് കഴിഞ്ഞ് പെന്തക്കോസ്തുകാർ വീട്ടിൽ വന്നിരുന്നു. ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും. അതെൻ്റെ കൽബ് എഴുതിയപ്പം മലപ്പുറത്ത് നിന്ന് എനിക്ക് വിളി വന്നു. ആ പിന്തുണ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അല്ല അങ്ങനല്ല, അതിൻ്റെ അല്ലേ അത് ഞാൻ പിന്നെ പണ്ട് അച്ഛൻ പറഞ്ഞതിൻ്റെ ഞാൻ മറുപടി. അച്ഛൻ പറഞ്ഞു, നീ ഞങ്ങളെ വീട്ടിലെ പരദേവത ശിവനാണ്, ഏറ്റുമാനൂരപ്പൻ.
അപ്പോൾ എൻ്റെ അടുത്ത് നീ ശിവനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല. ചിത്രങ്ങളിൽ ചിത്രകാരനെ വിളിക്ക്, അവൻ വിളിക്കുന്നതുകൊണ്ടൊന്നും അങ്ങനെ വരച്ച് കാണിക്കുന്നു, രണ്ടതുപോലെയാണെന്നെന്താ ഉറപ്പ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജടയിൽ ചന്ദ്രക്കലുണ്ടോ, അത് കാണാമല്ലോ, അത് നിനക്ക് ആകാശം നോക്കിയാലും കാണാം. അതാണ് റംസാൻ പിറ. രണ്ട് മതത്തിൻ്റെ നിസ്സാരമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. ഈ എന്നും കാണുന്ന പ്രഥമ എന്ന് പറയുന്നത് ദിവസമുണ്ടല്ലോ, ആദ്യ ദിവസം പ്രഥമയാണല്ലോ, കർത്താവ് കഴിഞ്ഞാൽ വെളുത്ത കഴിഞ്ഞാൽ ആദ്യ ദിവസം പ്രഥമയിൽ തേങ്ങാപ്പുള് പോലെ ഈ സാധനം ഇരിക്കില്ലേ, പിറ പോലെ ഇരിക്കുന്നത്, അത് നീ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ പുറകിൽ ശിവനുണ്ടെന്ന് സങ്കല്പിച്ചാൽ മതി. പക്ഷെ തനിക്ക് ഇതേ കാണാൻ പറ്റുള്ളൂ. അതാണ് റംസാൻ. എന്ത് രസം. ഞാനത് പറഞ്ഞു, എനിക്കും അങ്ങോട്ട് മാറേണ്ട കാര്യമില്ല. ഈ സാധനം വളർന്നാണ് പൗർണമി എന്നുള്ള വിശ്വാസം വെളുത്തവാ വരുന്നത്. ഇത് ശുഷ്കിക്കുമ്പോഴാണ് വീണ്ടും പറയാറ്. ഇത് തന്നെ, അത് ഒരു സാധനം തന്നെ രണ്ട് സ്റ്റേജിൽ കാണുന്നു നമ്മൾ. സത്യത്തിൽ വയലാർ എത്തീസ്റ്റ് ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, സ്വാതന്ത്ര്യമാണ് അതിനകത്ത്. ഈശ്വരനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ വലിയ ഭയമില്ലായിരുന്നു ദൈവത്തിനോട്. ദൈവം കൊല്ലാതിരിക്കുന്നവനാണ് തെറ്റിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ചിന്തയൊന്നുമില്ല. അത് ഞാനൊക്കെ അങ്ങനെ കേട്ടോ. അത് ചില ഞാൻ പറഞ്ഞില്ലേ, നമ്മളീ പറഞ്ഞ് നമ്മൾ വലിയ ആളാന്നൊക്കെ ഒരു വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്ന സാധാരണക്കാർ അവരൊക്കെ പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലോ. ഗുരുവായൂർ 4 പിള്ളേർ പോയി, 2 ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനി. ഗുരുവായൂർ പോയല്ല, അവർ ടൂറ് പോയ കൂട്ടത്തിൽ 2 പേർക്ക് ഗുരുവായൂർ പോയി തൊഴണം. ഒരു ക്രിസ്ത്യാനി പയ്യൻ, ഒരു മുസ്ലിം പയ്യൻ, 2 ഹിന്ദുക്കൾ. ക്രിസ്ത്യൻസിനൊരു ഗുണം വെച്ചാൽ അവർ വളരെ എവിടെയും എങ്ങനെയിട്ടാണ് നാലുകാരെ വീഴാൻ ഇഷ്ടപ്പെടുന്നവർ. ഈ 2 പേര് കൂടി ക്രിസ്ത്യാനി പയ്യൻ ചാടി കയറി. ഞാൻ കൂടെ എന്നാരും അറിയണേ, എല്ലാം അറിയണം. പക്ഷേ ആ മുസ്ലിം പയ്യൻ അവന് സങ്കടമായി, ഞാൻ വരുന്നില്ല. അപ്പം അപ്പുറത്തുനിന്നൊരു വൃത്തൻ കേട്ടു, നിന്നെ ആരാ അറിയാം, നീ വയ്ക്കോ, നിനക്ക് ഇഷ്ടമുണ്ട്. നിന്നെ ആരറിയാം, എന്നെ ദൈവത്തിനറിയാം. ഞാൻ അങ്ങനെ എങ്ങനെ പറ്റി എന്ന് പറയുന്ന ചില എന്ത് സിമ്പിളല്ലേ. ഞാൻ പറഞ്ഞ അതാണ്, അവിടെയാണ് ആ ഒരു അടുപ്പമുണ്ടല്ലോ, അത് വയലാറിനുണ്ടായിരുന്നു. ഒരു പരിധിവരെ എനിക്കുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആയുധം പിടിച്ച് നമ്മളെ വെട്ടാതിരിക്കുക എന്നുള്ള വിചാരത്തിരിക്കില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. ശരത്തേട്ട ഇപ്പോൾ മദ്യപിക്കില്ല, പക്ഷെ സദാ മുറുക്കും, ഈ ഒരു ഐഡന്റിറ്റിക്കൽ കുറിയുമുണ്ട്. ഇത് ഒരു തരത്തിലൊരു ആളിനെ ഞാനിത് ശരിക്കും തൊടാൻ തുടങ്ങിയത് ഞാൻ ചന്ദനം തൊട്ടിട്ടുണ്ട്, യോഗ ചെയ്യുമായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ചെറുകാലം ഈ ഇതിനെ എങ്ങനെ കൊണ്ടുപോകുന്നൊരു മനക്കരുത്തിയില്ലാതെ ഒരു കാലം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് 5 പെണ്ണുങ്ങളുടെ കൂടെ ഈ ജീവിതം, മുത്തശ്ശിയമ്മ, അമ്മ, 3 സഹോദരിമാരുടെ കൂടെ എങ്ങനെയാണ് 15 ഒരു അപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റണ്ടേ. അപ്പോഴാണ് യോഗ പഠിച്ചത്. ഈ നെറ്റ് ചുളിയാണ്ടിരിക്കരുത്. നെറ്റ് ചുളിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടക്കേട് വരുമ്പോഴാണല്ലോ. അപ്പം നെറ്റ് ചുളിയാണ്ടിരിക്കാൻ, അപ്പോൾ അത് ഇഷ്ടക്കേട്, ടെൻഷൻ ഉണ്ടാകട്ടെ. അങ്ങനെയാണ് യോഗ പഠിച്ചു തുടങ്ങിയത്. ആദ്യമേ ചന്ദനം തൊട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ചന്ദനം പോകരുത്, പക്ഷേ പോവും. അതായത് നെറ്റി 1000 തവണ ഒരു ദിവസം ചുളി. പിന്നെ ഇത് പോകരുത് എന്നുള്ള വിചാരം വന്നു. അപ്പം നെറ്റി ചുളിയിൽ കുറഞ്ഞു, നമ്മൾ സന്തോഷവാനായി. ആ നെറ്റി ചുളിയുന്നത് ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കരണമായിട്ടാണ്. ഇപ്പോൾ യോഗ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ നെറ്റി ചുളിച്ചിൽ കുറഞ്ഞു. നെറ്റി ഞാൻ ചന്ദനം പിന്നെ മാറ്റിയിട്ട് ഈ കുങ്കുമം തൊട്ടു. പിന്നെ ഇത് സ്ഥിരമായിട്ട് തൊടാൻ കാര്യം വെച്ചാൽ ഒരാൾ എന്നെ വിലക്കി, കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ആൾ ചെയ്യാൻ പാടില്ല, അത് സ്വാതന്ത്ര്യം. അപ്പം ഞാൻ പറഞ്ഞു, അത് ഇതുകൊണ്ട് അങ്ങനെ ആ ഒരു വിശ്വാസം ചോർന്നു പോവുമെങ്കിൽ അത് പൊക്കോട്ടെ. അത് പന്നിൻ്റെ വിധൻ എന്ന് പറഞ്ഞ അദ്ദേഹം മുടി വളർത്തുന്ന പോലെ. പിന്നെ അത് ഞാൻ അങ്ങനെ അയക്കാം, അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നമ്മൾ അമ്പലങ്ങളിൽ പോവും, പള്ളികളിൽ പോവും, പോകാൻ പാടില്ല എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പോകാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, പക്ഷെ ഒളിച്ചു പോകില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പ്രകടമാതിരുന്നോട്ടെ അവിടെ. പക്ഷെ ഇത് തൊട്ടിട്ട് ഞാൻ ഇന്നുവരെ മൂകാംബിക പോയിട്ടില്ല എന്ന് ഓർത്ത്. അതാ രസം, എന്നെ മൂകാംബികയിലേക്ക് ഇന്നുവരെ വിളിച്ചിട്ടില്ല. കുട്ടിക്കാലത്ത് കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ട്. എഴുതാൻ തുടങ്ങിയിട്ട് പലരും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു, തന്ത്രിമാരുൾപ്പെടെ. അവരുടെ യാത്ര മുടങ്ങി. മരിച്ചുപോയ സച്ചി എല്ലാ വർഷവും പോയി കിട്ടും, സച്ചി സേതു. സച്ചിനോട് ഞങ്ങൾ നിത്യം പോണല്ലേ ചേട്ടൻ ഞങ്ങളോട് അവരുടെ യാത്ര മുടങ്ങി ഇതുവരെ. അപ്പം ഞാനൊരു ഇത് തൊട്ടുകൊണ്ട് മൂകാംബിക എന്നെ ഇഷ്ടപ്പെടുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. അവിടുന്ന് കുങ്കുമത് എന്ന് വെച്ചിട്ട് അവർക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൊടാണ്ടിരിക്കുന്നില്ല. അതെൻ്റെ ശീലം. പക്ഷെ ആർക്കും ദോഷമില്ല. ജയചേട്ടൻ പറഞ്ഞ പോലെ എൻ്റെ മുഖത്തല്ലേ ബീജരി, നിൻ്റെ മുഖത്തല്ലോ. ഒരാൾ ചോദിച്ചതാ. അതേ ഉള്ളൂ. അതൊരു ഭയങ്കര ഒരു തുറന്ന സംഭവമാണ്. ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതുണ്ടാവും. അല്ല, അദ്ദേഹം പിന്നെ അങ്ങനെ ഇടമല നോക്കാത്ത ഒരാളാണ്. പക്ഷേ ഞാനൊന്നും അങ്ങനല്ല. എനിക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. പറയുന്നതും എൻ്റെ വാക്കുമൊക്കെ ഞാൻ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസമൊക്കെ ഉണ്ടാകും. പക്ഷേ അതാ നേരത്തെ പറഞ്ഞല്ലേ, ഒരു വാക്ക് പറയുമ്പം നിനക്കുണ്ടാകുന്ന സങ്കടം പറഞ്ഞില്ലെങ്കിൽ നിനക്കൊരു സങ്കടം ഉണ്ടാകും, പറഞ്ഞാൽ വേറൊരുത്തിന് സങ്കടം ഉണ്ടാകും. പറഞ്ഞിട്ട് അവനുണ്ടാകുന്ന സങ്കടത്തേക്കാൾ നല്ലത് പറയാണ്ട് നിനക്കുണ്ടാകുന്ന സങ്കടമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്.
അതിൻ്റെതായ സമ്മർദ്ദങ്ങളുണ്ട് കേട്ടോ വേറെ. അതുണ്ടാവും. ഈ മുറുക്ക് ശീലാക്കിയത് മുറുക്ക് ചില കുട്ടിക്കാലം മുതലേ ഇത് മുറുക്കുമായിരുന്നു. വീട്ടിൽ 3 ചെല്ലം ഉണ്ടായിരുന്നു. മുത്തശ്ശമ്മയ്ക്കൊരു ചെല്ലം, അച്ഛനൊരു ചെല്ലം, അമ്മയ്ക്കൊരു ചെല്ലം. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ ഇവരുടെ അടുത്ത് പോയിരിക്കും. ഇവർ വെറ്റിലയും പാക്കും ചുണ്ണാമ്പും മാത്രമേ എനിക്ക് തരുള്ളൂ. എല്ലായിടത്തു നിന്നും കിട്ടും. അപ്പം അതങ്ങനെ ശീലമായി. പിന്നെ അത് കഴിയുമ്പോൾ വീഡിയോയിലേക്ക് തുടങ്ങിയപ്പോഴത്തേക്ക് അത് നിന്നു. പിന്നെ സിഗരറ്റ് വലി നിർത്തിയപ്പോഴാണ് ഞാൻ വീണ്ടും ഇപ്പം 20 കൊല്ലം കഴിഞ്ഞ സിഗരറ്റ് വലി നിർത്തിയിട്ട്. അതൊരു പാട്ടാണ് എന്നെ കൊണ്ട് വലി നിർത്താൻ പ്രേരിപ്പിച്ചത്. പാട്ടാണ് 1.5 മണിക്കൂറിന് ഒരു പാട്ട് വേണം പറഞ്ഞൊരു തെലുങ്ക് ട്യൂൺ കൊണ്ടുവന്നു. ഒരു തെലുങ്കിൻ്റെ ട്യൂൺ മലയാളത്തിനകത്ത് എങ്ങനെ അതിനകത്ത് മലയാളം കുത്തി കയറ്റുന്ന അറിയാണ്ട് 10 മണിക്കൂറിന് സ്ഥലത്തെ 11:30 പാട്ട് വേണം കേട്ടോ. 1 മണിക്ക് പാടാനുള്ളത്. ഒരു 15,000 രൂപ കൊണ്ട് വെച്ചു. ഇതിരുന്ന് കഴിഞ്ഞാൽ എഴുതി പോവില്ല. മുമ്പിൽ കാശ് പൈസ ഇരിക്കില്ല. ഇത് ഇപ്പോഴത്തെ കാലമല്ല, 80, 80, 85 കാലഘട്ടത്തിലെ കാര്യം പറയാം. എഴുതി പോവും. 15 രൂപ അന്നെന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ഞാൻ പോയിട്ട് പോരാന്ന് പറഞ്ഞ് പോയി. ഞാൻ നേരെ അടുത്ത കടയിൽ പോയി 2 പാക്കറ്റ് വിൽസ് മേടിച്ചു. അന്ന് ഞാൻ വലിക്കുന്നതല്ല. എന്നിട്ട് ഞാനിരുന്ന് എഴുതി പാട്ട് 12 മണിയായി പുള്ളി വന്ന് 15 മിനിറ്റ് പുള്ളി ഇരുന്നു കൂടുതൽ. എന്നിട്ട് 12 മണിയായി പാട്ട് തീർന്നു. നോക്കിയപ്പോൾ 18 സിഗരറ്റ് തീർന്നിരിക്കുന്നു. ഞാൻ അറിയുന്നില്ല. ആ 2 സിഗരറ്റ് ഒരു 6-7 കൊല്ലം വീട്ടിൽ നിന്ന് പൂത്ത് കഴിഞ്ഞ് അന്ന് ആ 2 സിഗരറ്റ് അപ്പട്ട ഞാൻ നിർത്തിയത്. പക്ഷെ അത് ഉള്ളിൽ അതിൻ്റെ ഒരു ബന്ധുവും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉപേക്ഷിക്കുന്ന നിൻ്റെ മനസ്സ് കരിങ്കല്ലാടാന്ന് എന്നോട് ദേഷ്യം പറഞ്ഞെടുത്തിട്ടുണ്ട്. അത് അയാളുടെ വലിക്കാനുള്ള കൊതിയായിരുന്നു. കാര്യം കാരണവന്മാരെമാരെ കൊണ്ടുവന്ന് വീട്ടിലിറക്കി ഇവിടെ വന്നിട്ടാണ് വലിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ സിഗരറ്റില്ല, തീർന്നില്ലേ? അത് ശരിയാണ്, കരികല്ല. അങ്ങനെ ഒന്നും ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. എല്ലാം വേണം. കല്യാണം കഴിച്ചു കാമുക ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചിലർക്ക് തുറന്നു പറയും, ചിലർക്ക് തുറന്നു പറയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഭാര്യയെ സമ്മതിക്കുന്നത് അത് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആലോചിച്ച് ഞങ്ങളൊരു വിജയം പോകുമ്പം വഴിയിൽ നല്ല സുന്ദരി പോയാൽ ഇതൊന്ന് കണ്ടു നോക്കിക്കും എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാനും കൊടുത്തിട്ടുണ്ട്. മണിയമ്പിളിയുടെ ആഴ്ചയുടെ പറഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പം ബാഗ് പരിശോധിച്ചിട്ട് കയറേണ്ട ഗതികളൊന്നും എനിക്കില്ല. മറ്റേ ടൂറൊക്കെ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അകത്ത് തുറന്നു ഒന്നുമില്ല, കയറി പോവാം. അല്ല, അതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ എല്ലാ തരം പാട്ടുകളും എഴുതാൻ നമുക്ക് കിട്ടുന്നൊരു എല്ലാത്തിലൂടെ നമുക്കൊരു ഇഷ്ടം വേണം. എപ്പോഴാണ് ആരാണ് പ്രയോജനപ്പെടുന്നത്? ചിലപ്പോൾ ചെകുത്താൻ പ്രയോജനപ്പെടുമല്ലോ. ചെകുത്താൻ പ്രയോജനപ്പെടില്ല എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല, അല്ലേ? ചെകുത്താൻ ദൈവത്തിനോട് ഇന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഞാനല്ലേ തനിക്കെന്താ വിലയെന്ന്. അല്ല, ഇന്ന് പറഞ്ഞ പോലെ ആ ഒരു കുറച്ചൊക്കെ അച്ഛൻ്റെ നിന്ന് എനിക്കത് കിട്ടിയതായിരിക്കും. എപ്പോഴും പറയും, എവിടെയെങ്കിലും പോയി ചെന്നാൽ നീ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ശൂന്യത ഉണ്ടാകണം, അയാൾ പോകേണ്ടിയിരുന്നത് ഇന്ന് തോന്നിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ഇത് തന്നെ കേട്ടോ. ഇപ്പോൾ ഈ ഓമനപ്പുഴക്കടപ്പുറം എന്നുള്ള പാട്ട് എഴുതുമ്പോൾ എൻ്റെ അനിയത്തിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു ഗുജറാത്തിൽ, ബുദ്ധി വികസിക്കാത്ത മകൻ. അമ്മയ്ക്ക് ഒരു നിമിഷം പോലും ഇവനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പോകാൻ പറ്റില്ല. ഇപ്പം എന്ത് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല, അന്നത്തെ കാലമാണ്. അപ്പോൾ ഈ പാട്ട് അമ്മ അടുക്കളയിൽ പോയി ഇവൻ എന്തെങ്കിലും തല്ലിപ്പിടിക്കും, എന്തെങ്കിലും കുസൃത്തം കാണിക്കും, എന്തെങ്കിലും വയറ് ഒഴിച്ച് വലിക്കും, പുറത്തോട്ട് അടുക്കള എങ്ങും പോകാൻ പറ്റില്ല. ഒരു ദിവസം പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് പറയാൻ എൻ്റെ അനിയത്തിയോട്, ഈ സാധനം ഞാൻ CD ആക്കി കൊടുത്തു, എനിക്ക് മാർക്കറ്റിൽ വരെ പോയിട്ട് വരാം. കേട്ടോണ്ടിരിക്കും സുഖമല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്നെ ഡോക്ടറാക്കടായിരുന്നു അച്ഛനാഗ്രഹം. പക്ഷേ ഇത് ഒരു രോഗിയെങ്കിലും നമ്മുടെ ഒരു പാട്ട് മരുന്നായി എന്ന് പറയുമ്പോൾ ഞാനൊരു ഡോക്ടറായില്ല, ഒരു കൊച്ചു ഡോക്ടറായി നമ്മൾ. ഈ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു അച്ഛനാണ്. അപ്പം ഭയങ്കര തരത്തിലുള്ള ഫിലോസഫീസ് ഉണ്ട്. അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, തത്വശാസ്ത്രം, ഈ കമ്മ്യൂണിസത്തെ തന്നെ പല അർത്ഥത്തിൽ വായിക്കാൻ ശ്രമിക്കുന്ന ഏരിയാസ് ഉണ്ട്. അപ്പം അന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഷയിൽ എഴുതുന്ന ഒരാളെന്നും കൂടെ ഒരു കവിക്ക് അങ്ങനെയും കൂടെ ഒരു തലമുണ്ടായിരുന്നു. ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതി അല്ല, അത് 2 രീതിയിലുണ്ടായിരുന്നു. എല്ലാവരും കുറിച്ചൊരു പരാതിയും ഉണ്ടായിരുന്നല്ലോ. പിന്നെ അദ്ദേഹം സവർണ്ണ കവിയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ മുഴുവൻ സവർണ്ണ വാക്കുകളാന്ന് പറഞ്ഞു. സിനിമ ആവശ്യപ്പെടുന്നതാണെന്നുള്ളത് മനസ്സിലായി. അപ്പം ഗായത്രി എന്നുള്ള സിനിമയിൽ അത് പറയുന്ന ഭാഷ വേണം, അല്ലേ? അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു പുരാണ പാട്ട് സിനിമയാണെങ്കിൽ ആ പൗരാണികത നിറഞ്ഞ വാക്ക് ഉപയോഗിക്കേണ്ട ബാധ്യത എഴുത്തുകാരനുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സവർണ്ണ കവിയാണെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന എന്താണ് ഈ കടമ. ഒന്നത് ഇത് നിനക്ക് മാത്രം അവകാശപ്പെട്ട വാക്കല്ല, ഇത് ഇവനും കേൾക്കാൻ പഴയ കാലമല്ല, കാതിലെയും ഉരുക്കി ഒഴിക്കണ്ട, അവനും കേൾക്കാൻ അർഹതയുള്ളതാണ്. അതുകൊണ്ട് ഞാനതെടുത്തു, ഏറ്റവും നല്ല മീഡിയയിൽ കൂടി ഞാനത് മനുഷ്യനെ കേൾപ്പിച്ചു. അതിനെന്താ തെറ്റ്? അപ്പോൾ ഈ ഫിലോസഫീസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അച്ഛൻ്റെ മകനായിരിക്കുമ്പോൾ
ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മളും പോകണം എന്ന്? അല്ല, അതിപ്പോൾ ജീവിക്കാൻ വേണ്ടി ഫിലോസഫി പഠിക്കണമെന്നില്ല. തത്വശാസ്ത്രം പഠിച്ചിട്ടൊന്നും ജീവിതം നടക്കില്ല. ഈ മറ്റേ ഗാഠാഗുസ്തി പഠിച്ചവൻ തല്ലാൻ പോകലെന്ന് പറഞ്ഞില്ല, അവൻ ആദ്യം ചെന്നിട്ട് മറ്റേ വാമപ്പ് ചെയ്യും, അപ്പോഴത്തേക്കും മറ്റവൻ തല്ലിച്ച് പോകും. നാടൻ തല്ലും മറ്റേ തല്ലും വേറെ. അപ്പം അത് നടക്കില്ല. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം നമുക്ക് വരികയാണ്, ഒരു ഫിലോസഫിക്കൽ സാധനം എഴുതേണ്ട സാഹചര്യം വരികയാണെങ്കിൽ. ഇപ്പം കവിതയിൽ നമുക്ക് എഴുതാം, സിനിമയിൽ പാട്ടിൽ അത് ആവശ്യപ്പെടണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ, സന്ദർഭം തിരക്കഥാകൃത്ത് ഉണ്ടാക്കി സംവിധായകൻ ആവശ്യപ്പെട്ടാൽ നമ്മളത് വേണ്ടി വരും. ഇപ്പം ജീവിതമെന്നും ഒരു പ്രേമ കടങ്കഥയല്ലേ, ആരോ പാടും ദൂരയിലൊരു അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. നിസ്സാരമാണ്, പ്രേമിച്ച് കെട്ടിയവരിൽ ഒരാളങ്ങ് മരിക്കുകയാണത്. അതിനകത്ത് മുഴുവൻ ഉത്തരമൊന്ന് തേടും, മനസ്സൊത്തിരി, അങ്ങനെ ആ വരികളാണ് വരുന്നത്. സുഖസങ്കടമുള്ളൊരു വാഹിനി നീനാക്. അപ്പോൾ അതങ്ങനെ സാധനം നമ്മളെ ഓർമ്മിപ്പിക്കാൻ അതുപോലെ സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി ചെയ്യാം. പക്ഷെ അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ വയലാറിൻ്റെ ഒരു പുള്ളിക്ക് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഈ സാധനം എവിടെയെങ്കിലും ഇപ്പം പൊക്കിൾക്കുഴി ഒരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ട് ശ്രീപാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി. അപ്പോൾ കാളിദാസനെ വലിച്ചിട്ട് വന്നു. അവർ കേൾക്കുന്നവരെന്താണ് പാർവതി അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ കാളിദാസ കൃതിയിലേക്ക് പോകും. അപ്പം നമ്മളുടെ മനസ്സ് വളർത്തിത്തരിക, അല്ലെങ്കിൽ അത് കൂട്ടിയെടുക്കുക എന്നുള്ളൊരു വലിയൊരു ആവശ്യമുണ്ടല്ലോ. ആ ഒരു ബാധ. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇന്നെല്ലാം വളരെ ലാഘവബുദ്ധിയോടെ തീർക്കുകയല്ലേ. പണ്ടത്തെ പോലെ ചകമ്പുഴ വരി നോക്കി പ്രേമലേഖ എഴുതേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ലേ അല്ലേ? അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമില്ല. തിന്മ തന്നെ തീണ്ടിടാതുള്ള നിർമ്മലത്വമേ ധന്യ നീ എന്നൊക്കെ പറഞ്ഞ പെണ്ണിനോട്. പക്ഷെ അത് കേൾക്കാൻ താല്പര്യമുള്ള പെണ്ണുണ്ടായിരുന്നു. ഇന്ന് ഏത് പെണ്ണുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? കാവ്യ ഇല്ല, എല്ലാവരും അല്ല കേട്ടോ, അല്ലല്ല ഉള്ളവരുണ്ട്. നമ്മളത് സാമാന്യ അല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പം നമുക്ക് വരുന്നില്ല. കാര്യം അന്ന് ഫിലോസഫി പറഞ്ഞു കൊടുക്കുക എന്നുള്ള എഴുത്തുകാരനെ മാത്രം ബാധ്യതയായിരുന്നു സമൂഹത്തിന്. ഇന്നിപ്പോൾ എവിടെ വേണമെങ്കിൽ എന്തും കിട്ടാവുന്നൊരു ലോകത്തേക്ക് നമ്മൾ ഈ വലിയ അരമണിക്കൂർ ക്ലാസ് നിന്ന് ലെക്ചർ, ഇപ്പോൾ ലെക്ചർ ഇങ്ങനെ ഇല്ലാണ്ട് വന്നില്ലേ. ഇപ്പം എല്ലാവരും ഇതിനകത്ത് കയറി പഠിക്കുന്നൊരു കാലത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ ചർച്ചയില്ലാന്ന് ഉള്ളൊരു പ്രശ്നമുള്ളൂ. ഈ ചില പാട്ടുകൾ ഓദർ തന്നെ ശരിക്കും പറയണം. ഇപ്പോൾ എങ്ങും നിന്നോ വന്ന പന്നവണ്ണക്കിളി നീയോ എന്നുള്ള പാട്ടിൽ നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ എന്നുള്ളൊരു സാധനം പറയുമ്പോൾ ചിലവരൊക്കെ ഇറോട്ടിക്കായിട്ട് മുളം തണ്ടിനെയൊക്കെ സങ്കല്പിച്ച് മൗനസ്വരമായി ജന്മങ്ങളിൽ നടത്ത വാക്ക് അതെ പറയുന്നുണ്ട്. അത് നോക്കൂലേ? അതെ. അപ്പോൾ അത് കാണാൻ പറ്റുന്ന കേട്ടോടനെ കയറെടുക്കില്ല. അതെ അതെ അതെ. അപ്പം നീ എന്നെ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി. അത്രേ ഉള്ളൂ അല്ലേ. ഇപ്പം പണ്ട് ദേവരാമ മാഷ് പറ്റി പറഞ്ഞ പോലെ, നടന്നാൽ നീ ഒരു സ്വർണ്ണഹംസം, പൂത്തു വീഴർന്നാൽ നീ ഒരു പാരിജാതം, നിറച്ചാൽ നീ ഒരു പാനപാത്രം, അടുത്തിരുന്നാൽ നീ ഒരു രോമഹർഷം. ഇത്രയും സുന്ദര. പക്ഷെ അത് കഴിഞ്ഞ് കിടന്നാൽ കട്ടിൽ നിറയും. അയ്യോ, ഈ പറഞ്ഞ സാധനം, പല്ലവി പറഞ്ഞ സാധനം കിടന്നാൽ കട്ടിൽ നിറയും, കിടന്നാൽ കട്ടിൽ നിറയും ഈ മുടിയിൽ മാറി എന്ന് പറഞ്ഞാലാണിത്. മൗനസ്വരമായ ജന്മങ്ങളിൽ നിന്ന് അടുത്ത വരെയുണ്ടെന്നുള്ള ബോധമില്ലാണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധമില്ലാണ്ട് അത് ചിന്തിക്കാതെ കയറി അങ്ങ് പറയും. അങ്ങനെ ഒരു കൽക്കട്ട ന്യൂസിലെ പാട്ട്. പിന്നെ ഒരു പാട്ടെന്ന് പറയുന്നത് പന്തേക്കോഴിയിലെ സുന്ദരിയെ ചെമ്പകമലരേ, ആ പാട്ടില്ലേ, അത് വന്നപ്പോ ഉണ്ടല്ലോ അതിന് വേറൊരു കളർ വന്നു. അത് അവിടെ പോയി തന്നെ ഇരുന്ന് എഴുതിയത്. പാലക്കാട് ഈ ഷൂട്ടിംഗ് നടന്ന ഗ്രാമത്തിൽ പോയിരുന്ന് തന്നെ. അതിനകത്ത് കരിമ്പനയുടെ നാട്ടിലെ തകിലടിക്കണ തന്നെയല്ലേ വില വരും കാലമായി എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടുത്തെ ആ കൾച്ചർ വെച്ചിട്ടാണ്. ഇപ്പം ഇവൾക്ക് ഒരു കാന്താരിയാണല്ലോ ഈ അതിനകത്ത് നായിക, സുന്ദരിയാണ്. അപ്പം ചെമ്പകമലര. പക്ഷേ അത് കഴിയുമ്പോഴും മറ്റേതാണ്, ചെങ്കതിൻ്റെ തീവ്രതയുണ്ട്. അത് അഴകാണ്. അതെ, പിന്നെ കോപം ഒരഴകല്ല ഉണ്ടല്ലോ. തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി തമ്പിച്ചേരി എഴുതിയതല്ലേ. അതൊരു പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറുമോ തങ്കമണി. അല്ല, അതുണ്ട് കോപം, സുഖം, സൗന്ദര്യമുള്ള കോപമുണ്ട്. ഇപ്പോൾ കണ്ണെഴുതി പൊട്ടുന്ന തൊട്ടിലൊക്കെ മഞ്ജുവാര്യരുടെ ആ കോപമുണ്ടല്ലോ, എന്ത് സൗന്ദര്യം അത്. അത് സത്യമാണ്. എന്തിനുമുണ്ട് അഴകുണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അഴക്. അപ്പം അത് എന്തിലും കാണാൻ പറ്റും, ഇണക്കത്തിലും പിണക്കത്തിലും ഒക്കെ കാണാൻ പറ്റും. സമകാലികരായിട്ടുള്ള എഴുത്തുകാർ റഫീഖ് അഹമ്മദ് സാറ്, സന്തോഷ് വർമ്മ, പാട്ടെഴുത്തിൻ്റെ ഏരിയയിൽ നിൽക്കുന്നവരെ കുറിച്ചുള്ള ശരത്തേട്ടൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, റഫീഖിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടില്ല. റഫീഖ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഭാഗ്യവാനായ എഴുത്തുകാരനാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കവിതകൾ കുറേ സിനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് കവിത്വം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അസലായ കവിയാണ്. എനിക്കിന്നും മനസ്സിൽ കുമ്പിങ്ങനാണ് പാട്ട്. രാക്കിളി തന്നെ വഴിമറയും,
തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം. ഒരു പേരും ഇത്രയും കാലമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അത് കവി എന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ, ഒരു തോന്നൽ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ, എന്ത് പേരിടും. ഇത്തരം ഇതുവരെ ആ പേരിടാൻ പറ്റിയിട്ടില്ല. അല്ല, ഇതൊരെണ്ണം മാത്രമല്ല, വേറെ ധാരാളം പാട്ടുകളുണ്ട് റഫീഖിൻ്റെ. റഫീഖിന് അങ്ങനെ കുറേ പിന്നെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സിനിമകൾ, കവിത്വം തുളുമ്പുന്ന ഏറ്റവും ശ്യാമരാഗം വരെ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഏറ്റവും അവസാനത്തെ പാട്ട് ശ്യാമരാഗത്തിൽ വരെ അസലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ള വലിയ സന്തോഷിൻ്റെ കൂടെ. സന്തോഷ് എത്രയും ഇതായിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ സന്തോഷം ഒരു പ്രസൻസ് കൊണ്ടുവരും. ഇപ്പം കാലമൊന്നു കാലാൽ കെട്ടിയിട്ട പിന്നെ തട്ടുവിട്ട പോലെ പന്ത് പോലെ പൊന്തി സൂര്യൻ, ഫുട്ബോളിൻ്റെ ഒരു കളിയായിട്ടുള്ള അതിനകത്തുള്ളതാണ്. സൂര്യനെ പന്താക്കി. അപ്പോൾ നമ്മൾ ആലോചിച്ച് ആ സിനിമ മാത്രമല്ല, ആലോചിച്ച് ശരിയല്ല, രണ്ട് തട്ടുവിട്ടൊരു പന്താണല്ലോ സൂര്യൻ. എനിക്ക് തോന്നിയിട്ടുണ്ട് മാനത്ത് നിലാവ് കണ്ടു ഇഡ്ഡലിയാണെന്ന്. പക്ഷെ നമുക്ക് എഴുതാനൊരു അവസരം കിട്ടിയിട്ടില്ല. കിട്ടില്ല എന്നുള്ള തോന്നൽ കിട്ടിയിട്ടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ എഴുതാൻ പക്ഷെ അത് നമുക്ക് വരണ്ടേ, സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ തന്നെ വന്നു. അല്ല, ഇതിങ്ങനെ ഓരോരുത്തർക്കും കുസൃതിയുള്ളൊരു എഴുത്താണ് ഇപ്പോഴും. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ത്രില്ലിങ് ഇതുണ്ടല്ലോ, ആ ഒരു കാലഘട്ടമാണ്. അതിനൊരു ജമ്പിങ് സുഖമുണ്ട്. അപ്പം അതിനകത്ത് അങ്ങനത്തെ വാക്കല്ലേ വേണ്ട. അല്ലാണ്ട് മറ്റേത് പറയാം, ഇപ്പം ചക്രവർത്തി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു നോക്കി പാട്ട് മോശമായിട്ടല്ലേ. ഇന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്നത് ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതപ്പോൾ ഓരോ കാലഘട്ടത്തിലും അത് കാലത്തിന് ചില കണക്കൂട്ടലുണ്ട്. കാലം കൃത്യമായിട്ട് ഓരോ സമയത്ത് ഓരോരുത്തരും ജനിപ്പിക്കും. അത് തെറ്റായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ശരത്തേട്ടൻ ഈ പല വഴിക്ക് പോയിട്ടും തിരിച്ചിവിടേക്ക് തന്നെ വരുമെന്നുള്ളതൊരു ഒരു വലിവ് എവിടെയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ വരുമോ എന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമുക്ക് എല്ലാത്തിനെയും ആരംഭത്തിൽ നമുക്കൊരു ആശങ്കയും ഒക്കെ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ അവാർഡ് കിട്ടുക, ഇന്നുവരെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. പക്ഷേ ആദ്യത്തെ കുറേ കാലങ്ങൾ പലരായിട്ട് ഇങ്ങനെ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് അത് മിസ് ചെയ്ത് മോശമായി പോയിട്ട് കിട്ടിയില്ല കേട്ടോ. അത് ഭയങ്കര വിങ്ങലായിരുന്നു. എന്തുകൊണ്ടെങ്കിൽ അസൂയ വരെ ഉണ്ടാകാം വേറൊന്നിന് കിട്ടുമ്പോൾ. അപ്പോൾ അത് പാടില്ല. നിനക്ക് അർഹതയുള്ളതാണെങ്കിൽ ആര് തടഞ്ഞാലും നിനക്ക് കിട്ടും. കിട്ടിയില്ലേ അത് നിനക്കുള്ളതല്ല എന്ന് തീരുമാനിക്കാനായിട്ട് ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല, തിരിച്ചങ്ങോട്ട് വരണം, ഞാനങ്ങ് പോകുന്ന വഴിക്കങ്ങ് പോകുന്നല്ലാണ്ട് ഞാൻ ബലം പിടിച്ച് നിൽക്കത്തില്ല. അത്രയേ ഉള്ളൂ. താമസിക്കേണ്ടടുത്ത് താമസിച്ച് ചെല്ലേണ്ടവനാണ് ഞാൻ. എന്നിപ്പം ഞാൻ താമസിച്ചല്ലേ വന്നത്. എത്രയോ വയലാറിനെ വയനാട്ട് എഴുതിയില്ല. അങ്ങനെ ഒരു നിയമവും ഇല്ലല്ലോ. വയലാറിനെ വയനാണ്ട് പാട്ട് എഴുതുന്നൊരു നിയമമൊന്നുമില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറഞ്ഞ കാര്യമില്ല. ഒരു നിർബന്ധമില്ലല്ലോ. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു ഗാനരചയിതാവിൻ്റെ മകൻ ഗാനരചയിതാവായി എന്നുള്ളത് എനിക്ക് കിട്ടിയ. രണ്ടാമത് ഗിരീഷിൻ്റെ ദിനനാഥ് എഴുതിയല്ലോ. പിന്നെ ആർക്കും അത് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എഴുതി കാണുമായിരിക്കാം, പക്ഷേ സമൂഹത്തിനെ എൻ്റെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കാൻ ആദ്യം കിട്ടിയൊരു മകൻ എന്ന നിലയിൽ അത് നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെ തന്നെ ഒരു തോന്നലായിരിക്കും. അതും സക്സസ് ആയി എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടപ്പെട്ടു. ഈ വിദ്യാസാഗർ സാറിൻ്റെ കൂടെ ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീതൊട്ടല്ലോ പ്രേമ, അതിനകത്ത് പ്രേമപ്പൊട്ട പ്രേമപ്പൊട്ടോ അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊട്ടിട്ടല്ലോ എന്നുള്ള ശൃംഗാരം. അത് ഞാനിത് അനുരാഗത്തിനെ പൊട്ട് ഞാൻ നെറ്റി തുടിച്ചപ്പം അതാ ഒരു ഉമ്മ തരുന്ന പോലെയാ. ഉള്ളിലൊരു ശൃംഗാരം മുട്ടിട്ടു. അപ്പോൾ അതിന്റെ ആ മീറ്റർ ഉണ്ടല്ലോ, സാധനമില്ലേ, അപ്പൊ അത് കേട്ടപ്പോ, അത് ഫസ്റ്റിൽ കേൾക്കുമ്പോ ശരിക്കും ഒറ്റത്തുള്ളിയൊന്നും അല്ല മനസ്സിൽ വന്നത്. അന്നും അല്ലല്ലോ, വേറെന്തൊക്കെയാ വന്നത്. പിന്നെ അതുമായിട്ട് നമ്മള് കുഴയ്ക്കുമല്ലോ, കുഴച്ച് തിരുമേനി പറഞ്ഞ കേട്ടിട്ടുണ്ട്, കൈതപ്പുറം തിരുമേനി. ഇപ്പം ഇങ്ങനെ ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ കുറേ വാക്കുകൾ എഴുതി വയ്ക്കും അതേ ബീറ്ററിൽ, വെറുതെ ഒരു വാക്ക് എഴുതി വയ്ക്കും. അപ്പോൾ ലാല ആരാ ഏതാ എന്താ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് എന്തെന്നെങ്കിലും പരിചയം കിട്ടും. ബിച്ചു തിരുമല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഹിന്ദി പാട്ട് തമിഴ് പാട്ടൊക്കെ എടുത്ത് കേട്ടിട്ട് മലയാളത്തിൽ മീറ്റർ അറിയാനായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിമിക്രിക്കാരൊക്കെ ചെയ്യുന്ന ഉഗ്രൻ, അവരെന്ത് രസമായിട്ട് ചെയ്യുന്നു. ഇത് കൊടുക്കാൻ പറ്റാത്ത ആളെയും കട്ട് ചെയ്യണം. എൻ്റെ ഹെൽപ്പിന് അസലൊരു പാരഡി ചെയ്തിട്ടുണ്ട്. അത് ഇതിനേക്കാൾ നല്ലതാണ് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഇടാൻ പറ്റുമെന്നതാണില്ല. എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാര, എൻ്റെ നാട്ടിലെ കള്ള് ഷാപ്പിലെ നല്ല ചെത്തുകാര, തെങ്ങിൽ കയറുന്ന നേരമെങ്കിലും കൂടെ നല്ല കൂട്ടുകാര. എന്താ മീറ്ററും
ഏത് കവിയെ എനിക്കറിയത്തില്ല. എന്തായാലും കിടിലൻ കവി. തോഴാണ്ട് പറ്റുമോ? ഞാൻ നാദർഷായെ വിളിച്ചിട്ട് ഞാനിതുപോലെ അഭിനന്ദിക്കും. ഞാൻ എല്ലാവരും വിളിച്ച് പറയുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലൊരു അസൂയ ജനിക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചോളൂ, ഒരു മനുഷ്യന് നല്ല പാട്ട് എഴുതിയാൽ അപ്പം ഞാൻ വിളിച്ച് പറയും. അതോടെ നമ്മൾ ആ അസൂയ എന്നുള്ള എലവൻ്റ് നമ്മളിന്ന് കുറയും. അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. ആരോടും ഇവിടെ ചോദിച്ചോളൂ, അതൊരു സുഖമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഏത് വയലാറും ഒരു വയലാറിൻ്റെ മകനുമല്ല അവൻ, പക്ഷെ ചെയ്തതിൻ്റെ സാധനമുണ്ട്. വയലാർ എഴുതുന്നത് അത് രസമാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, ചാന്ത് കുടഞ്ഞൊരു സൂര്യ, നാദിഷ എഴുതിയതാ. ചാണ്ടി തൊഴിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ച് കിറങ്ങിയ സമയത്ത് എന്ത് രസമെന്ന്. നമ്മളെ ചിരിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടേ അല്ല. നമ്മൾ പെട്ടെന്ന് പാട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഇപ്പം ആലപ്പി രംഗം മാഷ് ട്യൂൺ തരുമ്പം ഡമ്മി വേർഡ്സ് വേണമെന്ന് ചോദിക്കും. ചിലർ ഡമ്മി വേർഡ്സ് വലിയ പാടാണ്, നമ്മളതിൻ്റെ കര കയറുകയല്ല, അതിൽ കിടക്കും, അതിൽ തന്നെ. അപ്പം അല്ലല്ല, അപ്പം ചിലപ്പോൾ അപ്പം ഡമ്മി വേർഡ്സ് പുള്ളി ഇടും. എന്തെന്ന് അറിയാം, എല്ലാം ശ്രീലവാകാരി. പക്ഷേ അത് ഭയങ്കര അതുകൊണ്ട് പെട്ടെന്ന് മീറ്റർ കിട്ടും. ആ വാക്ക് ആലോചിച്ചാൽ മതി, മീറ്റർ അതല്ലേ. ഇപ്പം മായിൽ തുടങ്ങുന്ന വാക്ക് കറക്റ്റ്, തലമുടി, അതാണ് വാക്ക്. പിന്നെ നമ്മൾ കേൾക്കണ്ട. അല്ല, അത് ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് തരംതിരിക്കുവാനേ പറ്റൂല, അല്ലേ? അതുകൊണ്ട് ഇതിലെല്ലാം നമ്മൾ, അത് രസമാണ്. ഇപ്പം എനിക്ക് കിട്ടാത്തൊരു അവസരം വേറെ ആൾക്ക് കിട്ടുമ്പോൾ അയാൾ നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അഭിനന്ദിക്കല്ലേ വേണ്ട. ഞാൻ അങ്ങനെ പഠിച്ചിരിക്കുന്നത്. ഞാൻ പ്രേമിച്ച് പെണ്ണിനെ വേറെ ആൾ കിട്ടുന്ന പോലെ ആ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ. എല്ലാം അത് തന്നെ കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ചിലിജാലകവാതിലും പറഞ്ഞ പോലെ എനിക്ക് നീലത്താമരയിലെ അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പകലൊന്നും മഞ്ഞ വിധിയിലെ കുഞ്ഞുതാമര. സങ്കടത്തിനോടുള്ളൊരു നമുക്ക് ഇഷ്ടം, ദുഃഖത്തിനോട് നമുക്ക് സ്കൂളിൽ സ്നേഹം ഉണ്ടാവില്ല എപ്പോഴും. കാര്യം എത്ര പറഞ്ഞു വിട്ടാലും അത് പോവുകയില്ല. സന്തോഷം എത്ര നമ്മൾ അനുഭവിച്ചാലും അത് തീർന്നും പോകും. ദുഃഖം സുഖം ഒരു നാൾ വരും വരുന്നകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പാട്ട് എഴുതാണ്ട് കൂടുതൽ ഇഷ്ടമുണ്ട്. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷം, എനിക്ക് സങ്കടം. ആരോ കരയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആരോ ഭയങ്കരമായി ഇരുന്ന് തോരാത്ത കണ്ണീരിവിടെ കടലായി ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നൊക്കെ പറഞ്ഞ പോലെ ആരോ ഇങ്ങനെ കരയുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഇരുന്ന് കരഞ്ഞു, പിന്നെ അടുത്ത മഴക്കാലത്ത് കരഞ്ഞു. ഇതിനൊരു തീരുമാനമായില്ലേ എന്നുള്ള തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള പെയ്യുന്നതാണല്ലോ വൈപ്പ്. അപ്പോൾ ദൈവം അവിടെ ഉണ്ടായിട്ട് പോലും കണ്ണിലൊന്ന് തൊട. പക്ഷെ മഴ പെയ്തില്ലെങ്കിൽ സംഭവം കഴിയില്ല. അതൊരു വശം, അതൊരു വേറൊരു വശം. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴേ ഈ ഭ്രാന്താണല്ലോ എഴുത്തെന്നൊക്കെ പറയുന്നു. പകുതി ഭ്രാന്താണ്, ചെറിയ ഭ്രാന്തൊക്കെ വേണം. ഒരു ഭ്രാന്ത് ആദ്യമാവരുത്. സാർ വെറുതെ ഒരു ഭാര്യയില് ഉണ്ണിമേനോൻ സാർ പാടിയിട്ടുള്ള ഓംകാരം ശങ്കിൽ ചേരും. ഓംകാരം ശങ്കിൽ ജീവിതത്തിലെ പറഞ്ഞില്ല, ഏത് പ്രേമഗാനം എഴുതിയാലും ഏതെങ്കിലും സുന്ദരിയായിരിക്കും മനസ്സിൽ. ഭാര്യ ഇതുവരെ ആ രംഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അപ്പം പക്ഷേ ഭാര്യയെ അതിനുള്ളൊരു പ്രായച്ചിത്തം തന്നു ഇങ്ങനൊരു പാട്ട് എഴുതാൻ. നീ ഭാര്യയെ നോക്കിയൊരു പാട്ട് എഴുതണം, നീ കുറേ നാളായല്ലോ കണ്ട പെണ്ണുങ്ങൾ നോക്കി പാട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ കഷ്ടപ്പാട് കണ്ടെഴുതിയ പാട്ട്. അമ്പലത്തിൽ ശംഖ് വിളിക്കുന്നതിന് മുമ്പേ ഉണരുന്നവളാണ് ഇവള്. നമ്മളറിയില്ല. അമ്മ ഉറങ്ങുന്നതും അമ്മ ഉണരുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പണ്ട് പറയുമായിരുന്നു. നമ്മളുറങ്ങി കഴിഞ്ഞിട്ട് അമ്മ അടുക്കളയൊക്കെ അടച്ചു വരും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ എഴുന്നേറ്റ് പോയിരിക്കും, തപ്പി നോക്കാം. ഭാര്യ അത് തന്നെ കേട്ടോ. നമ്മൾ ഉറങ്ങി കഴിയുമ്പോഴേക്കും ഇത് ഓടി വരുന്നത് ചില. ഇപ്പം ചെറുപ്പകാലത്തല്ല, ഇപ്പം അങ്ങനെയാണ്. തപ്പിയൊക്കെ നോക്കാൻ വന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ തപ്പി നോക്കുമ്പോൾ കാണില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ സാധനം എഴുതാൻ പറഞ്ഞു. ഞാൻ രാവിലെ ഇത് 4 മണിക്ക് എഴുതിയിട്ട് പോകും. എന്താണ് ഇപ്പം നമ്മൾ സാധാരണ കാണുന്നത് രാവിലെ 6:30 മണിക്ക് ഇവിടെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഫാനിൻ്റെ ചോട്ടിലിങ്ങനെ സൂചിച്ചിരിക്കണം. ഇത് എന്തെന്ന് രാവിലെ ഇത്ര മന്ത്രം കാറ്റുള്ള. പക്ഷെ അതിന് മുമ്പ് ഒരു എപ്പിസോഡ് ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതിനുവേണ്ടി ഞാൻ ചെല്ലും, അറിയാണ്ട് പോയി ഒളിഞ്ഞു നോക്കും അടുക്കളയിൽ. അപ്പം തന്നെ ശപിക്കും, തന്നെ മുറുമുറുക്കും. ഇതെല്ലാം എൻ്റെ തലയിലെ ഭാരമാണ്, ഇതെന്നും തീരും എന്നൊക്കെ ഇത് പറയുമല്ലോ. ഈ ചെയ്തു തരും. എങ്കിലും ചില സമയങ്ങളിൽ അവരുടെ മാനസികാവസ്ഥയുണ്ട്. എന്നെ അടുക്കള കയറ്റില്ല. കാര്യം ഇവർക്കൊരു അടുക്കളത്താളമുണ്ട്. നമ്മൾ തെറ്റിക്കുക. ഒരു പാത്രം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഈ പാത്രം എടുക്കും. ഇത് ചിലപ്പോൾ ഞാനൊക്കെ ചെന്ന് മാറ്റി വയ്ക്കും. പക്ഷേ ഞാനിപ്പോൾ ഭാര്യ അറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് എന്നിട്ട് കാറ്റ് കൊള്ളുന്നത് വലിയൊരു ജോലിക്ക് ശേഷമാണെന്നുള്ളത് പിന്നീട് അറിയുന്നത്. പിന്നെ ശംഖ് വിളിക്കുന്നതിന് മുമ്പ് ഈറൻ മാറുന്ന വെൺമലരാണ്. അവൾ കുളിച്ച് കഴിഞ്ഞിരിക്കുന്ന നേരം
ഓരോന്നോളം നാളും വെങ്ങുമ്പോൾ താനെ വാടുന്ന, തന്നെ വാടിയിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ഇതുകൊണ്ടാണെന്നുള്ള ബോധം നോക്കില്ലായിരുന്നു. അങ്ങനെ ആ പാട്ട് മുഴുവൻ ഓരോന്നും ഭാര്യയെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ പാട്ട്. വെറുതെ അല്ല ഭാര്യ, വെറുതെ ഒരു ഭാര്യ എന്നുള്ളത് വെറുതെ അല്ല ഭാര്യ എന്നാണ് മനസ്സിലായത്. പക്ഷെ അത് കഴിഞ്ഞുള്ള ഗുണം വെച്ചാൽ നേരത്തെ ഓമനപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ കുറേ വീട്ടമ്മമാരെന്ന് വിളിച്ചത്. ഞങ്ങളുടെ വിചാരം ഞങ്ങൾക്ക് മാത്രമേ ഈ സങ്കടമുള്ളൂ. ചേട്ടനെ പോലെ അല്ലെങ്കിൽ സാറിനെ പോലെ വലിയവർ എന്ന് പറയുന്ന വീട്ടിലെ ഭാര്യയ്ക്കും ഈ ദുഃഖമൊക്കെ ഉണ്ടല്ലേ. ഞങ്ങളിപ്പോൾ രാവിലെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ വെച്ച് ഈ പാട്ട് വച്ചുകൊണ്ടാണ് അടുക്കള ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം കിട്ടുന്നു. അതൊരു സുഖമല്ലേ. വീണ്ടും ഒരു ഡോക്ടറായി. ഒരു രോഗികളെ ചികിത്സിക്കാൻ പറ്റി. രോഗികളുടെ എണ്ണം ഇനിയും കൂടാനുണ്ട്. രോഗം മാറിയാൽ മതി. ഈ കൊച്ചൗവിലെ നീലക്കണ്ണുള്ള പാനെ നീ എനിക്കുള്ളതാണ്, നിനക്കിണക്കിളിയാനെ. അത് അപ്പം ഞാൻ മുഴുവൻ മതിയെന്ന് ഓർക്കുന്നില്ല. ട്യൂണിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഷാനത് നന്നായി. ഷാൻ്റെ ഒക്കെ ഒരു ഗുണം അതാണ്. കുറേ പേരുണ്ട് കേട്ടോ, അതിലില്ലെന്ന് പറയാൻ പറ്റില്ല. ബിജിപാല് ഈ ഭാഷയോട് പിന്നെ സ്നേഹം കാണിക്കുന്നവർ, അത് എങ്ങനെ നമുക്ക് എന്ത് സുഖമെന്നറിയുക. അതേപോലെ അലക്സിൻ്റെ നിഷ്കളങ്കത എനിക്കൊന്നും അറിയാൻ പറ്റില്ല കേട്ടോളൂ എന്ന് പറയുന്ന നിഷ്കളങ്കത. ലിറിക്കിൽ ഒരിക്കലും ഇടപെടാത്ത മോഹൻ സിത്താര ഒന്നും ചേട്ടൻ മീറ്റർ വല്ല പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അല്ലാണ്ട് അതിനകത്ത് എന്ത് കുന്തം എഴുതി വെച്ചാലും മോഹൻ പ്രശ്നമില്ല, ഒന്നും പറയുന്നില്ല. അതുപോലെ മറുവശത്തുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ വല്ലാണ്ട് ടാക്സ് ചെയ്യുന്നവരുണ്ട്. നല്ലതല്ല. പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് സാധനമാണ്. ചുമ്മാ അങ്ങോട്ട് എടുത്ത് ചിലർക്ക് പറ്റുമായിരിക്കും. എന്നൊക്കെ ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുന്നത് കേട്ടോ. എനിക്ക് അത്രയും അതായത് ഒരു ശിഷ്ടജന്മാണല്ലോ. ഞാൻ ഒരു പൂർണ്ണജന്മാന്ന് വിചാരിക്കാമെന്നില്ല. വയലാറിൻ്റെ മിച്ചം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു ഭാഗ്യം കൂടെ അല്ലേ. അത് ആർക്കാരില്ലോ. അതൊന്നും ആളുടെ പേര് ഇപ്പം അല്ലാണ്ട് നേരത്തെ ഇപ്പം പിന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതൊരു വലിയ പ്രശ്നമായിരിക്കും. പെണ്ണിനെ മുഖം നോക്കുമ്പോൾ പറ്റില്ല. നോക്കി സൗന്ദര്യാസ്വദിക്കുന്നത് കണ്ടില്ലേ, വായി നോക്കി വലിയ പാട്ടെഴുത്ത് തന്നെ എന്ന് പറയും. നമുക്ക് അതൊരു വലിയ വ്യക്തിജീവിതം നഷ്ടപ്പെടുന്നു. ഭയങ്കര നഷ്ടം. നമുക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാറെടുത്ത് പോരാൻ തന്നെ പ്രധാന കാര്യം നമുക്ക് ഇപ്പം ഇങ്ങോട്ട് എന്നും ഇവിടെ ഇപ്പം പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിലൊക്കെ പോരുകയാണെങ്കിൽ ആൾക്കാരുടെ ഒരു സ്നേഹം വളരെ കൂടുതലാണ്. നമുക്ക് വേണ്ടൊരു പിന്നെ ഇൻ്റലക്ച്വൽ പ്രൈവസി എന്ന് പറയില്ലേ, ചില ആലോചിക്കാൻ അതൊന്നും നടക്കില്ല. എല്ലാവരും ഒന്ന് വർത്താനം പറഞ്ഞു. പക്ഷേ അതൊരു വലിയ സുഖം. അത്രയും പേര് നമ്മൾ തിരിച്ചറിയുന്നു, അത്രയും പേര് വയലാറിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആ ഒരു സുഖമുണ്ട്. ഈ ന്യൂജൻ പാട്ടുകളിൽ ഇൻസ്റ്റയിൽ ചില പാട്ടുകളൊക്കെ ഈ നമ്മൾ മെലഡീസ് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റാവും. അത്തരത്തിലൊന്നാണ് ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള അഴലിൻ്റെ ആഴങ്ങളിൽ. അയ്യോ എന്നമേ, അതും ലാൽ ജോസ് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നഷ്ടപ്പെട്ട പ്രണയം ഓർത്താൽ മതി. തീർന്നു, സിറ്റുവേഷൻ തീർന്നു. അല്ലാണ്ട് ഇന്നത് വേണം, ഞാൻ അങ്ങനെ കാണിക്കും, നീ നിൻ്റെ ജീവിതത്തിലേക്ക് പോകും. അത് കുറേ പേര് എന്നെ വിളിച്ചിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ വെറുത്തിരിക്കുകയായിരുന്നു. താങ്കൾ ആ പാട്ട് എഴുതാൻ അവളെ വീണ്ടും ഓർമ്മിക്കുന്നു, അതെനിക്ക് ഭാരമായി. അതേപോലെ മറിച്ച് ഇത് ഭയങ്കര മരുന്നാണ് കേട്ടോ എന്ന് പറഞ്ഞവരുണ്ട്. സങ്കടം വരുമ്പം രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടത്തിൽ ഇത് കേൾക്കുമ്പം ഒരെണ്ണം കുറച്ചടിച്ചാൽ മതിയെന്ന്. അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് കുടിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് മാറ്റി വെക്കാനുള്ള ഒരു മരുന്നും കൂടെ കൊടുക്കും ഡോക്ടറായി. അല്ല, അത് അങ്ങനെ ആകാൻ പറ്റുന്ന ഒരു സുഖം. ശരത്തേട്ടാ, അത് ഇൻസ്റ്റേ ഹിറ്റായത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ ഒരു ന്യൂജൻ സോങ് ആണത്. അതല്ലേ പുതിയ ആൾക്കാർ ആസ്വദിക്കുന്ന, പുതിയ കുട്ടികൾക്ക്. എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെ മനസ്സിൽ ഈ സങ്കടം എന്നുള്ള എലിമെൻ്റ് ഉണ്ട്. എനിക്ക് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ അത് മർമ്മത്തെ നമ്മൾ തൊടുമ്പോഴാണ് അത് അവർ അറിയുന്നതെന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇവിടെ വേദനയുണ്ടോ എന്ന് പറയുമ്പോഴാണ് എൻ്റെ വേദന എന്താണെന്ന് വേറെ ആൾ തിരിച്ചറിയുന്നത്, അല്ലേ? അതേപോലെ ഇത് എല്ലാവരിലും ഉണ്ട്. നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായെന്നൊക്കെ പറയണത്, അയ്യോ, അതൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായതാണ് കേട്ടോ. യാത്രയൊക്കെ പറഞ്ഞു പോകുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ട പ്രണയം വേണ്ടാന്ന് വയ്ക്കുന്നൊരു സ്ഥിതി നോക്കി. രണ്ട് വീട്ടുകാരെ സംബന്ധിച്ച പ്രണയം വേണ്ടാന്ന് വയ്ക്കേണ്ട ഗതികേട് ഇല്ലേ? അതൊരു ഗതികേടല്ലേ? സാധാരണ പ്രേമത്തിനെ എതിർക്കുന്നൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ യൗവനം അല്ലെങ്കിൽ കൗമാരം. ആർക്കും പരാതിയില്ല. പക്ഷേ കാലം വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാകുന്നത്. സങ്കടത്തോടെയാണ് പോയത്. കാര്യം എല്ലാം സാഹചര്യവും അനുകൂലമായിരിക്കെ വേണ്ടാന്ന് വയ്ക്കേണ്ടി വരുന്നു. അതൊരു വല്ലാത്തൊരു ദുഃഖമല്ലേ? അതൊക്കെ തന്നെയാണ് അതിന് അത്രയും ഡെപ്ത് വന്നത് കേട്ടോ. അതൊക്കെ എല്ലാവരിലും കാണും.
എനിക്ക് പണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് സുന്ദരിമാർ കല്യാണം കഴിച്ചു പോയാൽ എനിക്ക് ദുഃഖം ഉണ്ടാകും. ഞാൻ എന്തിനാ, ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു എന്താണെന്നറിയോ, ആ നാളെ മുതൽ ഇതിനെ ഇവിടെ കാണാൻ പറ്റില്ലല്ലോ. അതൊരു വലിയ സങ്കടമായിരുന്നു എനിക്ക്. സന്ധ്യ വൈകുന്ന നേരം ഗ്രാമചന്ത വിരിയുന്ന നേരം ഈ ഗ്രാമചന്തയ്ക്കുള്ള ഗുണാശാല നാട്ടിലുള്ള എല്ലാ സുന്ദരിമാരും ഇറങ്ങും ചന്തയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വായി നോക്കി മുടിയൊക്കെ ചെയ്യും, ഇങ്ങനെ ഇരിക്കും. ഇതിനെങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു കുളിരുണ്ടല്ലോ, അതന്നെ ഒരു കാര്യമില്ല. പക്ഷെ അതൊരു സുഖം. അതിൽ ഒരെണ്ണം കുറയുന്നു കല്യാണം കഴിച്ച് പോകുമ്പോൾ. അത് മാത്രമല്ല, ഈ വരൻ്റെ വീട്ടുകാരാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ സന്തോഷമാണ്. പെണ്ണ് ഇങ്ങോട്ടാ വരുന്നത്. അതെ അതെ അതെ. മറ്റേന്ന് വെച്ചാൽ പെണ്ണ് പോകും, നമുക്ക് സങ്കടം. പക്ഷെ അന്നേരം വേറെ കുഴപ്പമുണ്ട്. മറ്റേത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സങ്കടം ഞാൻ അവൻ നമ്മുടെ പരിചയക്കാരല്ലേ, അവൻ്റെ ഭാര്യ, എന്തിനാ നമ്മളായിട്ട്, അത് വേറെ ദുഃഖം. പക്ഷെ മറ്റേതാണ് ദുഃഖം, വല്ലാതെ ദുഃഖം. എന്തൊക്കെ സങ്കടങ്ങളാണല്ലോ നമുക്കുള്ളത്, വലിയ പറയാതെ. പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കാൻ. അതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം. ഇനി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ശരത്തേട്ടൻ ഈ എഴുതുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ലോജിക്കൽ ഒരു തിങ്കിങ് ഉണ്ടാവുമല്ലോ. ഇത് പുറത്തു വന്നതിന് ശേഷം ആൾക്കാർ വിമർശിക്കുന്നതോ അത്തരം കാര്യങ്ങളൊക്കെ എഴുത്തിൽ കടന്നു വരുമോ? നമ്മുടെ ഏറ്റവും നമ്മുടെ ദുഃഖം ഒന്നതാണ്, അവർ എന്ത് വിചാരിക്കും. ഇത് നമ്മളെ വലട്ടുന്നൊരു പ്രശ്നമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നെ ഏൽപ്പിച്ചത് ഒരു കാര്യം, എന്നെ ഏൽപ്പിച്ചവർക്ക് തൃപ്തിയായി, എനിക്ക് അത്രയേ ഉള്ളൂ, ജോലിയുള്ളൂ. പിന്നെ അത് ബാക്കി കൊടുക്കേണ്ടത് അവരാണ്. പിന്നെ തിരുത്താന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കില്ല. അത് ആ സെറ്റപ്പിലിരുന്ന് തീർന്നു പോയാലോ. കോടതി പിരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കാര്യമില്ലല്ലോ. അത് പറഞ്ഞാൽ മതിയായിരുന്നു, ശിക്ഷ കഴിഞ്ഞു കൈവിട്ട തിരുവേനെ പറയും. അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ജാതകം ആയി. ആ പാട്ടിനെ സൃഷ്ടിച്ചു. അപ്പോൾ ജനിച്ച സമയം, മുഹൂർത്തം, ലഗ്നമൊക്കെ നോക്കി അവൻ ജനിച്ചു. ഇനി അതിൻ്റെ തലയിലെഴുത്ത്. അപ്പോൾ ഒരുപാട് ഇനിയും കുറേ പേർക്ക് മരുന്ന് ആവുക, കുറേ മരുന്നായിട്ട് ശ്രമിക്കുക. അതൊരു ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. സിനിമയ്ക്ക് പുറത്തേക്ക് മനുഷ്യനെ കൊണ്ട് ഒരു പാട്ടിലൂടെ ചിന്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സിനിമയുടെ സ്ക്രീൻ വലുതാവുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. അല്ലാണ്ട് അത് കണ്ടു കേട്ടു, അല്ലാണ്ട് 11 മണിയാകുമ്പം ബാറടിക്കുമ്പോൾ പക്ഷേ എഴുന്നേറ്റ് പോയി പിറ്റേ ദിവസം മറന്നുപോയി, അങ്ങനെ ആവരുത്. അല്ലാണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പിന്നെ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് അതുപോലത്തെ അവസരം എനിക്കെന്നല്ല എല്ലാ എഴുത്തുകാർക്കും കിട്ടട്ടെ. അതിൽ ഏറ്റവും മികച്ചവൻ തിളങ്ങട്ടെ എന്ന് എനിക്കും പറയാനുള്ളൂ. എനിക്ക് കിട്ടിയാൽ സന്തോഷം. അതെ, ഇല്ലെങ്കിൽ അതേപോലെ ഇതിനെ കിട്ടിയിട്ട് അവരതിനെ അത് അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ ഡോക്ടറായിട്ട്, ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഡോക്ടറായിട്ട് ഇനിയും കുറേ മരുന്നുകൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം. എല്ലാം ഞാൻ പറയട്ടെ, അതൊക്കെ ഞാൻ ഒന്നും നമ്മൾ പറയുന്നില്ല. ഈ പറഞ്ഞ ഒരിക്കലും അങ്ങനെ ഈ വഴിക്ക് വരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ വന്നു എന്നുള്ളതാണ്. പിന്നെ വന്നപ്പോൾ വേഷം കിട്ടിയപ്പോൾ പിന്നെ നമുക്കുള്ള സങ്കടം വെച്ചാൽ ഒരു ആരുടെ കവിതയാണ് ഓർക്കുന്നുള്ളത്, ഒരു നായ ആയിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നേ. എനിക്ക് ഇഷ്ടമില്ലാത്തവനെ കാണുമ്പോൾ കുരയ്ക്കാം, കടിക്കാം. ഇഷ്ടമുള്ളവനെ കാണുമ്പോൾ മാത്രം മാലാട്ടിയാൽ മതി. നമുക്കത് പറ്റില്ലല്ലോ. അത് ഫിലോസഫിക്ക് ഉണ്ട്. ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കണം, ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണം. ഫിലോസഫി നല്ലതാണ്, പക്ഷെ എപ്പം നടക്കും എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ ഒരു കുഴപ്പം. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സന്തോഷം. ഞാൻ ഈ പരിപാടി ഞാൻ കാണാറുണ്ട്. ഇത്രയും എല്ലാവരും പറയും ഇത്രയും ക്ഷമാശീലൻ ആയിട്ട് ഈ എഴുത്ത് അല്ലെങ്കിൽ വന്നിരിക്കുന്ന അതിഥിയെ വിരട്ടി അവനെ ഒന്ന് പിടിച്ചെടുക്കുന്നതല്ലാണ്ട് ഇനിയും എഴുതാൻ തോന്നുന്നു, അല്ലെങ്കിൽ സംഗീതം ചെയ്യാൻ തോന്നുന്നു, ഇനിയും പാടാൻ തോന്നുന്നു എന്നുള്ളൊരു തോന്നലോടെ ആയിരിക്കും ഇവിടെ വരുന്ന അതിഥികളെ പറഞ്ഞു വിടുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് ആ പിന്നെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവവും അല്ലെങ്കിൽ ഗുണവും രജനീഷിൻ്റെ കൂടെയുള്ള ഈ പ്രസ്ഥാനത്തിനും ഉണ്ടാവട്ടെ. ശരത്തേട്ടൻ ഇനി അതേപോലെ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു. അല്ല, ഇതുപോലെ നമുക്കിപ്പോൾ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓരോ പാട്ടും അനലൈസ് ചെയ്തൊക്കെ പോകുമായിരുന്നു. അപ്പം അത്രയും പറ്റില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ആളാണ്. പാട്ടിൻ്റെ മുഴുവൻ എന്തുകൊണ്ട് പുത്തരായണ കിളിപാടി ഉന്മാദിനിയെ പോലെ പൊന്നും വിളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ. എന്താണ് ഈ ഉത്തരായണ കിളി? ഇറങ്ങും, നമ്മൾ എവിടം വരെ ചെല്ലാവോ അന്വേഷിക്കും പോകും. അതിപ്പോൾ ഞാനായുണ്ട്. ഇങ്ങനെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, എഴുത്തുകാരനായി നമ്മൾ, അല്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെ കഴിയട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടം കൂടെ ഉണ്ടാവട്ടെ. ശരത്തേട്ടനെ അടുത്ത് കാണുമ്പോൾ നമ്മൾ വയലാറിൻ്റെ കുറച്ച് പാട്ടുകളെക്കുറിച്ച് സംസാരിക്കണമെന്നും കവിതകളെക്കുറിച്ച് അനലൈസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അത് അതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടൻ്റ് ഉണ്ട്. ഒരു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച പോലെ തന്നെ അതിമനോഹരമായ സാധനം ഇപ്പം ഭൂമിയെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്.
74 വയലാർ എഴുതിയതാണ്. ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാമേ കാന്തതി, ആസ്ട്രോയിഡാ. ഇപ്പം എല്ലാ ദിവസവും ഗൂഗിൾ നോക്കിയാൽ കാണാം ഒരുത്ത മരുന്ന് ഭൂമി ഇടിക്കാൻ. അതൊന്നും കറക്റ്റായിട്ട് വയലാർ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ സാധനം വരുമെന്നും. പക്ഷേ അതിനൊരു മരുന്ന് വയലാർ കൊടുത്തിട്ടുണ്ട്, പ്രണയം. അതായത് പ്രേമിക്കാൻ ഒറ്റയാനായിട്ട് നടക്കുന്നതും കല്യാണം കഴിക്കണമെങ്കിൽ ചെറുപ്പക്കാരനും ഒരുപോലെയാണ്. പിന്നെ ഓർബിറ്റ് ഉണ്ടാവില്ല. മറ്റേതൊക്കെ കൃത്യ ഓർബിറ്റില്ലേ സൗരയൂഥത്തിന്, ഇങ്ങനെ ഇത് ഓർബിറ്റില്ലാത്തവരൊക്കെയാണ് ആസ്ട്രോയിഡ്. ചിഹ്നഗ്രഹമൊക്കെ അങ്ങനെ തോന്നുന്നവരാണ്. ഇവൻ പ്രണയിച്ചു കഴിഞ്ഞാൽ അവനൊരു ഓർബിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് പ്രണയം എല്ലാ പ്രാണൻ്റെ നയമായിരിക്കണം പ്രണയം എന്നുള്ളൊരു അഭിപ്രായമാണ്. ഒരു സ്ഖലനത്തിലൂടെ അവസാനിക്കരുത്, അതിനപ്പുറത്തേക്ക് ഒരു നനവ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീണ്ടും ചെറുപ്പമാകും. അതെ, ഇല്ലെങ്കിലാണ് തലകറിഞ്ഞ് ഈ പ്രണയത്തിൻ്റെ മറ്റേ കൊഴുപ്പ്. നമ്മുടെ വിനായക എഴുതിയ പോലെ അറ്റാക്കിനകത്ത് പ്രണയത്തിൻ്റെ കൊഴുപ്പാണ് ഞരമ്പിനകത്ത് കിടന്ന് ഒഴുകുന്നത്. കൊഴുപ്പ് അതൊന്നും അലിഞ്ഞുകൊണ്ട്. അപ്പോൾ കൂടുതൽ മരുന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ ഞാനും ഈ ഒരു സംഭവം കൃത്യമായിട്ട് ഞാനും വാച്ച് ചെയ്യുന്നതാണ്. കൂടുതൽ പേരിലേക്ക് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെപ്പോലുള്ളവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ച് അത് ചിന്തിപ്പിക്കാൻ, പ്രത്യേകിച്ച് പുതിയ തലവനുള്ള ഇഷ്ടം വെച്ചാൽ ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും വൈവിധ്യവും ഇവർക്കുണ്ട്. പണ്ട് നമുക്കൊന്നും ഇല്ലായിരുന്നു. അരുത് തീർന്നു. പിന്നെ ഇതൊരു അരുതുമില്ല, ഒന്നിനും അതിരില്ല എന്ന് പറയുന്നൊരു അത്. അപ്പം അത് നന്നായിട്ട് വിനിയോഗിക്കുന്നവരുടെ കയ്യിലേക്ക് വേണം ഇങ്ങനെയുള്ള സാധനം പോകാൻ. അത് ആ സ്വാതന്ത്ര്യം വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ സിനിമകൾ, എനിക്കെന്താ ഒരുമാതിരി എല്ലാ സിനിമയും ഇഷ്ടമാട്ടോ. പുതിയത് ഒരു ചെറിയ കടുകുണി ഉണ്ടെങ്കിൽ ഒരു സിനിമയായി കളയും. മറ്റത് 10,000 പേജുള്ള നോവലൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അന്ന് കുടുംബത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. അതാണൊരു വലിയ വേറൊരു വിഷയം. ഇപ്പോഴത്തെ പടങ്ങളിൽ കുടുംബ ബന്ധത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നില്ല. പണ്ടതായിരുന്നു, പക്ഷെ അത് കരച്ചിലായിരുന്നു മുഴുവൻ. ഒരു സ്ഥിരം പണി, ഒരു വില്ലനും ഒരു നായകനും, സ്ഥിരം പരിപാടി, മെലോഡ്രാമ കൂടുതലായിരുന്നു. പക്ഷെ അതല്ലാണ്ട് പുതിയ രീതിയിലൊക്കെ കൊണ്ടുപോയി എത്രയോ നല്ല നല്ല രസകരമായ പടങ്ങൾ പറഞ്ഞു തരുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. എനിക്കതാണ് ഞാനൊക്കെ ആ രീതി നോക്കുമ്പം പഴയ തലമുറയിൽപ്പെട്ട ഞാൻ പുതിയ തലമുറയിൽ ജനിക്കണമായിരുന്നൊരു ബോധിരിക്കണ്ടായിരുന്നു. കാര്യം പുതിയ തലമുറ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ വൈകാരിക എന്ന് മാത്രമല്ല അതിൻ്റെ മറ്റു വശവും മനോഹരമാണ്. അത് ഇല്ലയെന്ന് പറയും. ഇപ്പോൾ സുജേഷിയുടെയൊക്കെ പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ അത് ഒരിക്കലും നമുക്ക് പുലരിപ്പൂ പോലെ ചിരിച്ചു എന്ത് രസമാണ്. പുതിയ തലമുറയില്ല അത് എഴുതി കേൾക്കുമ്പോഴേ പുഞ്ചപ്പാട കാറ്റ് വിതച്ചു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ഇമേജ് ഉള്ളതുകൊണ്ടായിരിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാത്തവരോട് എന്ത് പറയാൻ, പോകും ആടി കഴിഞ്ഞിട്ടാണ് ദ സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് എന്ന് ശീലിച്ചൊരു എൻ്റെ മോളൊക്കെ അതാണ് ഈ സന്ധ്യ ആകുമ്പോഴേ എഴുന്നേക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം, നന്ദിയുണ്ട് സംസാരിക്കാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.